aromamari.comല് നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ മകന് പെണ്ണ് കിട്ടിയത്. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ജെസ്സി സാം ആണ്. തന്റെ ജീവിതാനുഭവങ്ങൾ അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ജീവിതത്തിൽ ഉടനീളം കടന്നുപോയ ഒരുപാട് അനുഭവങ്ങൾ, സംഭവബഹുലമായ ജീവിതയാത്രയിൽ തൻ്റെ ഓർമ്മകൾ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. ഒരു പക്ഷെങ്കിൽ ഇതുപോലെയുള്ള വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകുമായിരിക്കാം. എന്നാൽ സമാനതകളില്ലാത്ത ചില അനുഭവങ്ങൾ കർത്താവിൻ്റെ ദാസി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ആകയാൽ ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ ദീർഘവർഷങ്ങളായി വടക്കേ ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് സുവിശേഷ വിരോധികൾ നിമിത്തം നേരിട്ടതായ അതിഭയങ്കരമായ ചില അനുഭവങ്ങളുടെ ഓർമ്മകൾ, സെൻട്രൽ ജയിലിൽ പോകേണ്ടി വന്ന ചില സാഹചര്യങ്ങൾ ഒക്കെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കും. ആകയാൽ നമുക്കേവർക്കും പ്രാർത്ഥനയോടെ, ശ്രദ്ധയോടെ കേൾക്കുകയും ഈ കുടുംബത്തെ നമ്മുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കുകയും ചെയ്യാം. കർത്താവ് നമ്മെ എല്ലാവരും സഹായിക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ജെസ്സി സാമിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളും. ദൈവത്തിന്റെ അതിപരിശുദ്ധമാകുന്ന നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അരോമ ടി വി ചാനലിലൂടെ ദൈവം ചെയ്ത ഉപകാരങ്ങളെയും നന്മകളെയും ഈ രാത്രികാലം അനുഭവ സാക്ഷ്യമായി പറയുവാൻ പ്രത്യേകാലം എന്നെ ഇതിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോണിനുള്ള നന്ദിയെയും സ്നേഹത്തെയും അറിയിക്കുന്നു. അവൻ ചെറുപ്പം മുതൽ കർത്താവ് ഇന്ന് വരെയും നടത്തിയ വിധങ്ങളെ ഓർത്ത്, കൊണ്ടുവന്ന വഴികളെയും ഓർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. അത്രമാത്രം അത്ഭുതകരമാകുന്ന രീതിയിൽ ദൈവം ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേക ചെറുപ്പകാലത്തിലേക്ക് തിരിഞ്ഞു ചിന്തിച്ചാൽ ഒരു പെന്തക്കോസ്ത അനുഭവത്തിൽ കൂടെ ജനിച്ചു വളർന്നു. ഒരു ചെറിയ ഒരു പാവപ്പെട്ട ഒരു പിതാവിന്റെയും മാതാവിന്റെയും മക്കളായ ഞങ്ങൾ 4 പേർ, 2 സഹോദരങ്ങൾ, സഹോദരങ്ങൾ, ഒരു അനിയത്തി, ഞങ്ങൾ അങ്ങനെ 4 പേർ ചെറുപ്പം മുതലേ കർത്താവിന്റെ സന്നിധിയില് അവൻ എല്ലാ കാര്യത്തിലും വിശ്വസ്തയോടെ ആയിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. വളരെയധികം പ്രയാസങ്ങളിൽ കൂടെ ആയിരുന്നെങ്കിലും, കഷ്ടതകളിൽ കൂടെ ആയിരുന്നെങ്കിലും, ദാരിദ്ര്യത്തിൽ കൂടെ ആയിരുന്നെങ്കിലും പ്രിയ മാതാപിതാക്കൾ ഞങ്ങളെ അവൻ യഹോവ ഭക്തിയിൽ വളരുവാൻ, എല്ലാ ആരാധനയിലും എല്ലാ മീറ്റിങ്ങിലും പങ്കെടുക്കുവാനും യഹോവ ഭക്തിയിൽ വളർത്തുവാനും പ്രിയ പിതാവും മാതാവും ഞങ്ങളെ സഹായിച്ചു. അവൻ വളരെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും, കഷ്ടതകൾ ഉണ്ടെങ്കിലും, രോഗങ്ങൾ വന്നാലും അവൻ ചോർന്നൊലിക്കുന്ന ഒരു ചെറിയ ഭവനത്തിലാണ് ഞങ്ങൾ വളർന്നതെങ്കിലും പലപ്പോഴും ആരാധനയ്ക്ക് ഞങ്ങൾക്ക് കടന്നു പോയിക്കൊണ്ടിരുന്ന ആരാധനാലയത്തിൽ സ്വാതന്ത്ര്യമില്ലാതെ വന്നപ്പോൾ ആ ചോർന്നൊലിക്കുന്ന ഭവനത്തിൽ തന്നെ ഞങ്ങൾ പല പ്രാവശ്യം ആരാധന നടത്തുവാനും അവൻ അനേക ദേവദാസന്മാരെ പ്രിയ മാതാപിതാക്കൾ അവരെ സേവിക്കുന്നത് കാണുവാനും ഒക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയാക്കിയിട്ടുണ്ട്. എന്റെ മാതാവിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ദൈവം തന്ന 4 കുഞ്ഞുങ്ങളും കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കണമെന്ന്. പക്ഷെ അതിലെല്ലാം ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എപ്പോഴും പറയുമായിരുന്നു, അമ്മേ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം, പക്ഷെ ഈ ഒരു
കാര്യം മാത്രം ഞാൻ ചെയ്യത്തില്ല. കാരണം അനേക ദേവദാസന്മാർ അനുഭവിക്കുന്ന കണ്ണുനീരും വേദനയും കഷ്ടതയും ഞങ്ങൾ കുഞ്ഞിലെ തൊട്ട് കണ്ടു വളർന്നത് കൊണ്ട് ഞാൻ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമായിരുന്നു ഒന്നുകിൽ ഒരു നഴ്സാകണം അല്ലെങ്കിൽ ഒരു ടീച്ചർ ആകണം എന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ അതിനു വേണ്ടി സ്കൂൾ, കോളേജ് എല്ലാ പഠനങ്ങൾക്ക് ശേഷം 1993 ഞാൻ കർത്താവിൽ സ്നാനമേറ്റു, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. 7 ദിവസത്തെ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഒരു കർത്താവിന്റെ ദാസൻ എന്നോട് വ്യക്തമായ ആലോചന പറഞ്ഞു, മകളെ, നീ എന്ത് ലോകപരമാകുന്ന ജോലിക്ക് പോയാലും നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് എന്റെ വേലയുടെ മുഖത്താണ്. അന്നേരവും ഞാൻ എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു, ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു വേലയ്ക്ക് പോകത്തില്ല, എനിക്കിഷ്ടമല്ല എന്ന് ഞാൻ പറയായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പും ദൈവത്തിന്റെ വിളിയും ദൈവത്തിന്റെ നിർണയവും മറ്റൊന്നായിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ 19ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം കഴിയുവാനിടയായി. ഒരു കർത്താവിന്റെ ദാസനെ തന്നെയാണ് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരുന്നത്. നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്തേക്ക് ഒരിക്കൽ പോലും ട്രെയിൻ കയറിയിട്ടില്ല. ഒരിക്കൽ പോലും ആ ഉൾഗ്രാമത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയൊരു ശീലമില്ല. ഭാഷ അറിയത്തില്ല, മലയാളം അല്ലെങ്കിൽ കുറച്ച് ഇംഗ്ലീഷ് അല്ലാതെ ഒന്നും അറിയത്തില്ല. ഒരു വ്യത്യസ്തമായ ദേശത്തേക്ക്, വ്യത്യസ്തമായ ഭാഷയിലേക്ക്, വ്യത്യസ്തമായ ആഹാരം, മാതാപിതാക്കളെയും എല്ലാം വിട്ട് ജമ്മുവിന്റെ പ്രദേശത്തേക്ക് പ്രിയ കർത്താവിന്റെ ദാസന് വളരെ അധികം സ്വപ്നങ്ങളോടുകൂടിയും വളരെയധികം പ്രതീക്ഷകളോടും കൂടിയൊക്കെയാ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കടന്നു പോയതെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ജമ്മു കാശ്മീരിന്റെ വേലയെ കണ്ടപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിക്കും, കർത്താവേ, ഇതിലേക്കാളും നല്ലത് ആ ചെറുപ്രായത്തിൽ ഞങ്ങൾ ആയിരുന്നാണല്ലോ. ഇതിലും വലിയ കഷ്ടത ഇനി എന്താ ആ ജീവിതത്തിൽ വരാനിരിക്കുന്നത്? വിവാഹം കഴിഞ്ഞിട്ടോർത്തു കഷ്ടതകളെല്ലാം തീർന്നല്ലോ എന്ന്. പക്ഷെ കർത്താവിന്റെ വേലയുടെ മുഖത്ത് ഇറങ്ങിയപ്പോൾ അതിലേറെ കഷ്ടതകൾ ജീവിതത്തിൽ വന്നാഞ്ഞടിക്കുവാൻ തുടങ്ങി. കർത്താവിന്റെ ദാസൻ രാവിലെ കാലം എഴുന്നേറ്റ് ഒരു സഞ്ചിയിൽ കുറച്ച് ട്രാക്റ്റുമായി അവിടെ ഫുൾ ബ്രാഹ്മിൺസ് ആണുള്ളത്. അവരാരും ക്രിസ്ത്യൻസ് അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ അവരെല്ലാവരും ദൂരെ മാറുന്ന, കാരണം ക്രിസ്ത്യൻസിനെ അവർ വിചാരിച്ചിരിക്കുന്ന താഴ്ന്ന ജാതിക്കാരാ, അവർ മതം മാറ്റാൻ വന്നിരിക്കുന്ന ബ്രാഹ്മൺ പണ്ഡിത്തുകളെല്ലാം ദൂരെ മാറ്റുന്ന അനുഭവമായിരുന്നു. അവരുടെ ഭവനത്തിൽ കയറ്റുകയോ ഒരു ഗ്ലാസ് വെള്ളം തരികയോ അല്ലെങ്കിൽ ഒന്ന് നടന്ന് ക്ഷീണിച്ച് അനേക പർവ്വതങ്ങൾ കയറി അടുത്ത ഒരു പർവ്വതത്തിൽ ചെന്നാലേ നമുക്കൊരു വീട് കാണുവാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ വളരെയധികം കഷ്ടതകളിൽ കൂടെ വളരെയധികം പലപ്പോഴും കഴിപ്പാനൊന്നുമില്ലാതെ വനത്തിൽ കിടക്കുന്ന എന്തെങ്കിലും മുന്തിരിങ്ങ പോലുള്ള സാധനങ്ങൾ അതെല്ലാം പറിച്ചു കഴിച്ച് രാവിലെ പോകുന്ന കർത്താവിന്റെ ദാസൻ രാത്രികാലം കടന്നു വരും. പലപ്പോഴും എന്നെ കൊണ്ടുപോകത്തില്ല, കാരണം ഇത്രയും ദൂരം നടക്കുവാൻ നിനക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഞാനും വളരെയധികമായി കർത്താവിന്റെ ദാസനോട് പറഞ്ഞു, എനിക്കും വരണം, എനിക്കും ഒന്ന് കാണണം കർത്താവിന്റെ വേലയിൽ എന്തൊക്കെയാ ചെയ്യുന്നത്. ഭാഷ ഒന്നും അറിയത്തില്ല എങ്കിലും ഞാനും കൂടെ പോയി. അന്ന് ഞാൻ കണ്ടു ഓരോ പർവ്വതങ്ങളും കയറി ഇറങ്ങി അനേകരുടെ നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ കേട്ട് കർത്താവിന്റെ വേല ചെയ്യുന്ന അനുഭവങ്ങൾ ഞാനും കാണുവാൻ ഇടയാക്കി തീർന്നു. അത് കഴിഞ്ഞിട്ട് ദൈവസന്നിധിയിൽ ഓരോ ദിവസവും നിലവിളിച്ചു, കർത്താവെ, തുടർന്നുള്ള ആ സമയം ഞാൻ പ്രഗ്നന്റുമായി, ആദ്യത്തെ പൈതലും ആ ജീവിതത്തിൽ ദൈവം തന്നു. ദൈവത്തോട് തന്നെ ചോദിച്ചു, കർത്താവെ, തുടർന്ന് ഞങ്ങൾ ഇവിടേക്ക് തിരിച്ചു വന്നാൽ എങ്ങനെയായിത്തീരും? ഞങ്ങൾക്ക് സപ്പോർട്ടില്ല. അങ്ങനെ യാതൊരു നിവൃത്തിയുമില്ലാത്തൊരവസ്ഥയിൽ കൂടെ കഴിയുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു. നാട്ടിലേക്ക് കടന്നുപോയി ഡെലിവറിക്ക് വേണ്ടി. ഞങ്ങൾക്ക് ഡൽഹിയിലുള്ള ഫുൾ ഗോസ്പൽ ചർച്ച് ഓഫ് ഗോഡ് പാസ്റ്റർ മാത്യു മന്റെ സംഘടനയിൽ വേറൊരു കർത്താവിന്റെ ദാസൻ മുഖാന്തരം ലഭിക്കുവാൻ ഞങ്ങൾക്ക് ഇടയായി തീർന്നു. അവിടെ നിന്ന് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ജമ്മു കാശ്മീർ വിട്ട് ഞങ്ങൾ രാജസ്ഥാന്റെ പ്രദേശത്ത് ജയ്പൂരിൽ നിന്ന് 30 കിലോമീറ്റർ ദൂരെയായി ബഗ്രു എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കർത്താവിന്റെ വേല ചെയ്തു. അവിടെ എത്തിയപ്പോഴും അനുഭവം അത് തന്നെയായിരുന്നു. ഒന്നിനുമേലൊന്നായി കഷ്ടതകൾ മാത്രം, പ്രയാസങ്ങൾ മാത്രം. പലപ്പോഴും വാടക കൊടുക്കുവാൻ പോലും നിവൃത്തിയില്ലാത്ത ദിവസങ്ങൾ. പ്രിയ പൈതലും ഉണ്ട്. കർത്താവിന്റെ ദാസൻ അവിടെയും രാവിലെ ഇറങ്ങിപ്പോകും. കർത്താവിന്റെ വചനം അനേകരോട് സംസാരിക്കും. അനേകരെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുവാൻ അനേകരെ കടന്നു വരും. പക്ഷെ അവർ തിരിച്ചു വീണ്ടും കടന്നു പോകും. ഗ്രാമങ്ങളിൽ പോകും, അനേകരോട് ദൈവവചനം സംസാരിക്കും. അനേകരിൽ നിന്ന് വഴക്ക് കേൾക്കേണ്ടി വരും. ചിലപ്പോഴൊക്കെ കൈ ഓങ്ങേണ്ടുന്ന അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ ഒന്നും തളർന്നു പോകാതെ പല സന്ദർഭങ്ങളിലും പ്രിയ പൈതലിന് ഒരു നേരത്തെ ആഹാരം കൊടുക്കുവാൻ പോലും ഇല്ലാതെ ഞങ്ങൾ രാത്രികാലങ്ങളില്
വെള്ളം മാത്രം കൊടുത്ത് കുടിപ്പിച്ച് കിടത്തിയ ദിനരാത്രങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്കും കഴിക്കുവാൻ ഒന്നുമില്ലാതെ പലപ്പോഴും രൂത്ത് കാലാ പറക്കിക്കൊണ്ട് വന്നതുപോലെ കർത്താവിന്റെ ദാസൻ വയലിൽ ഈ ഗ്രീൻ പീസ് ഒക്കെ കട്ട് ചെയ്തിട്ട് ബാക്കി വീഴുന്നത് അത് പറക്കി ആ സഞ്ചിയിൽ ഇട്ട് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ പലപ്പോഴും അത് പുഴുങ്ങി കഴിച്ച് ദിനരാത്രങ്ങൾ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പോഴെല്ലാ ദൈവസന്നിധിയിൽ നിന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കുമായിരുന്നു, എന്റെ കഷ്ടതകൾ എന്ന് മാറും, എന്റെ പ്രതികൂലങ്ങൾ എന്ന് മാറും. നിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചതല്ലേ എല്ലാം വിട്ടിട്ട് ഞാൻ ആഗ്രഹിച്ചത് വേറൊന്നായിരുന്നല്ലോ. പക്ഷെ എന്റെ കർത്താവെ, നീ എന്നെ കൊണ്ടുവന്നത് ഇതിനാണല്ലോ. സഹായിപ്പാൻ മാതാപിതാക്കളില്ല, അവരോട് സങ്കടങ്ങൾ പറയുവാനൊക്കത്തില്ല, അവരൊക്കെയും വളരെയധികം വിഷമിക്കും. അതുകൊണ്ട് ആരോടും പറയാതെ കർത്താവിന്റെ ദാസൻ പോകുമ്പോൾ പലപ്പോഴും ദൈവസന്നിധിയിൽ നിലവിളിക്കുവാനിടയായി. അങ്ങനെ 2 വർഷക്കാലം ഞങ്ങൾ അവിടെ ആയിരുന്നു. കർത്താവ് ഞങ്ങളുടെ നിലവിളി കേട്ട്, പ്രാർത്ഥന കേട്ട് അവിടെ നിന്ന് രാജസ്ഥാനിൽ തന്നെ ജയ്സൽമീറിനടുത്ത് ബാഡ്മീർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലേക്ക്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ചൂട് അനുഭവിക്കുന്ന 50-53 ഡിഗ്രി വരെ ചൂട് അനുഭവിക്കുന്ന ആ സ്ഥലത്തേക്ക് ഞങ്ങൾക്കൊരു നല്ല ട്രാൻസ്ഫർ ലഭിച്ചു. എല്ലാം മലയാളി കൂട്ടായ്മ, എല്ലാം നല്ല ഓഫീസേഴ്സ്, എല്ലാം മിലിറ്ററി, എയർഫോഴ്സ്, BSF ഇങ്ങനെയുള്ള ഓഫീസേഴ്സ് എല്ലാവരുടെയും നടുവില് 6 വർഷത്തോളം അവിടെയും കർത്താവിന്റെ വേല ചെയ്യുവാൻ ഇടയായി. പക്ഷേ അവിടുത്തെ ചൂട് പലപ്പോഴും പ്രതികൂലമായതുകൊണ്ട് കർത്താവിന്റെ ദാസന്റെ ശരീരത്തില് അത് യോഗ്യമല്ലാതെ വന്നതുകൊണ്ട് മുട്ടിന് പല പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട്, ആർത്രൈറ്റിസ് പ്രോബ്ലം തുടങ്ങിയതുകൊണ്ട്, കാരണം അവിടുത്തെ വെള്ളം ഉപ്പുവെള്ളം കുടിക്കണമെങ്കിൽ ഞങ്ങൾക്ക് വേറെ വെള്ളം വാങ്ങി കുടിക്കേണ്ടെന്ന് അനുഭവം വന്നു. അവിടുത്തെ ഞങ്ങളുടെ ദൈവമക്കൾ തന്നെ പറഞ്ഞു, കർത്താവിന്റെ ദാസന് ഇത്രത്തോളം പ്രോബ്ലം ഉണ്ട്, നിങ്ങൾ സംഘടനയിൽ സംസാരിച്ചു നോക്കും ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട്. കാരണം ഓരോ ദിവസം കഴിയുന്തോറും കർത്താവിന്റെ ദാസന്റെ ശരീരത്തിൽ മുട്ടിൽ പ്രോബ്ലം, എല്ലാ ബോൺസിനും ജോയിന്റ്സിനും പ്രോബ്ലംസ് വന്നുകൊണ്ടിരുന്നത്. അന്നേരം ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ നിലവിളിച്ചു. അവിടെ വെച്ച് ദൈവം ഞങ്ങൾക്ക് രണ്ടാമതും ഒരു പ്രിയ പൈതലിനെ, ആൺപൈതലിനെ ഞങ്ങൾക്ക് ദാനമായി തന്നു. അവിടെ ഭൗതികമാവുന്ന രീതിയിൽ ഞങ്ങൾക്ക് പ്രയാസങ്ങൾ ഒന്നുമില്ലായിരുന്നെങ്കിൽ ശാരീരികമായി ഞങ്ങൾ വളരെയധികം ചൂടിന്റെ അവസ്ഥകൾ വരുമ്പോൾ നെറ്റിയിലെല്ലാം പൊള്ളി, പാമ്പിന്റെ പടം ഇളകുന്നത് പോലെ പൊള്ളി തൊലി ഇളകുന്ന അനുഭവം, സഹിപ്പാൻ കഴിയാത്ത അനുഭവത്തിൽ കൂടി ഞങ്ങൾ കടന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളെ കർത്താവിന്റെ ദാസൻ വിളിച്ചിട്ട് പറഞ്ഞു, മധ്യപ്രദേശിൽ ജബൽപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ വേല ചെയ്യുവാൻ നിങ്ങൾ കടന്നു പോകണം. ഫുൾ ഹിന്ദിയാണ്, അവിടെ ആരും മലയാളികളില്ല, ചർച്ചില് എല്ലാം ഹിന്ദിയിലാണ് ആരാധന. അന്നേരവും ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എനിക്ക് ഭാഷ അറിയത്തില്ല, ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും, ഞാൻ എങ്ങനെ ഹിന്ദി സംസാരിക്കും, ഇതിലെയും എല്ലാം മലയാളികളായിരുന്നല്ലോ, എന്ത് ചെയ്യും? എന്നാലും ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ഞങ്ങൾ ഈ ദേശത്തേക്ക് വളരെ പ്രതീക്ഷയോടുകൂടിയാണ്. കാരണം കർത്താവിന്റെ ദാസന് നല്ലവണ്ണം മലയാളം അറിയാം, ഹിന്ദി അറിയാം. എനിക്ക് ഹിന്ദി അറിയത്തില്ലെങ്കിലും കർത്താവിന്റെ ദാസൻ ശുശ്രൂഷ ചെയ്യുമല്ലോ, ഞാൻ തണലായി നിന്നുകൊള്ളാമെന്നുള്ള വളരെ പ്രതീക്ഷയോടുകൂടെ, വളരെ സന്തോഷത്തോടെ. കാരണം സംഘടനയിലുള്ളവർ ഞങ്ങളോട് പറഞ്ഞത്, ചർച്ചിൽ ഏകദേശം 100 പേരോളം വിശ്വാസികളുണ്ട്, നിങ്ങൾക്ക് അവരെ ഹാൻഡിൽ ചെയ്യണം. ചുറ്റുപാടെല്ലാം അന്യജാതികളാ. തൊട്ടു മുന്നില് സായി മന്ദിർ, അതിന്റെ തൊട്ടു പുറകിലെ ഗുരുദ്വാര, ഇതിന്റെ രണ്ടിന്റെയും കൂടെ നടുവിലാണ് ഈ ചർച്ച് നിൽക്കുന്നത്. വളരെ പ്രതികൂലങ്ങൾ ഇവിടെ മുന്നേ ഉണ്ടായിരുന്ന ദൈവദാസന്റെ ജീവിതത്തിൽ വളരെ പ്രതികൂലങ്ങൾ, ഒന്നിനുമേൽ ഒന്നായി ആഞ്ഞടിച്ച ഒരു സ്ഥലത്തേക്കാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നെല്ലാം പറഞ്ഞു. ഞങ്ങൾ വളരെയധികം എന്തും സഹിപ്പാൻ തയ്യാറായി ഞങ്ങൾ ഈ ദേശത്തേക്ക് കടന്നു വരുവാനിടയായി. ഹല്ലേലൂയ. ദൈവം ഇത്രത്തോളം കൊണ്ടുവന്നു. അവൻ ഈ ദേശത്ത് ഞങ്ങൾ കടന്നു വന്നു. പക്ഷെ ഞങ്ങൾ ദേശത്ത് കടന്നു വന്ന് ഫസ്റ്റ് ആരാധനയിൽ തന്നെ ഞങ്ങൾ നോക്കുമ്പോൾ 100 പേരുമില്ല, 20 പേരുമില്ല, ഏകദേശം 10-15 പേർ മാത്രം. കർത്താവിന്റെ ദാസൻ പറഞ്ഞു, എല്ലാം ഞങ്ങൾ അവിടെ കളഞ്ഞിട്ട്, സാധനങ്ങളെല്ലാം കളഞ്ഞിട്ടാ വന്ന്. കർത്താവിന്റെ ദാസൻ പറഞ്ഞു, നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാം, ഇനി ഇവിടെ നിന്നിട്ട് പ്രയോജനമൊന്നുമില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ വളരെ ഒരു വേദനയിൽ കൂടിയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നാട്ടിലേക്ക് കടന്നു. കാരണം വിവാഹം കഴിഞ്ഞ നാളുകൾ നാട്ടിൽ IPC ചർച്ചിലെല്ലാം ഞങ്ങൾ ഒത്തിരി പറഞ്ഞതാ, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുക, IPCയിൽ ഞങ്ങൾ നിങ്ങൾക്ക് ചർച്ച് തരാമെന്ന് ദൈവദാസന്മാർ പറഞ്ഞതാ. പക്ഷെ ഞങ്ങളതെല്ലാം വേണ്ട എന്ന് വെച്ചിട്ടാണ് നോർത്ത് ഇന്ത്യയിലേക്ക്, അന്യജാതികളുടെ ഇടയിലേക്ക് കടന്നു വന്നത്. ഇവിടെ വന്നപ്പോൾ വീണ്ടും അതിന് നല്ലൊരു ചർച്ച് ബിൽഡിംഗ് ദൈവം തന്നു, എല്ലാം ഉണ്ട്. പക്ഷെ ആരാധിപ്പാൻ വേണ്ട വിധത്തിൽ ആത്മാക്കളില്ലാതെ
ഭാരപ്പെട്ട അനുഭവം. ദൈവസന്നിധിയിൽ നിലവിളിച്ചു, പ്രാർത്ഥിച്ചു. കർത്താവിന്റെ ദാസൻ പറഞ്ഞു, നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാം. 2 കുഞ്ഞുങ്ങളുണ്ട്, നമ്മൾ അവരെ എങ്ങനെ പഠിപ്പിക്കും? മൂത്ത മോൻ UKG ക്ലാസ് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് എത്തി. കൊച്ചുമോനെ ആ വർഷം നഴ്സറിയിൽ ഇരുത്തണം. നമ്മൾ എന്ത് ചെയ്യും? കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ പോലും കഴിയാത്ത സാഹചര്യമാ. നമ്മൾ എന്ത് ചെയ്യുമെന്നൊക്കെ ഓർത്ത് എന്നോട് പറഞ്ഞു, നമുക്ക് നാട്ടിലേക്ക് കടന്നു പോകാം. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു, നിന്നെ വിളിച്ചത് ഞാൻ ഇവിടേക്കെങ്കില്, നിന്നെ കൊണ്ടുവന്നത് ഞാൻ ഇവിടേക്കെങ്കില്, നിന്നെ ഞാൻ ഇവിടെ തന്നെ നിലനിർത്തും, ഇവിടെ തന്നെ നിർത്തുമെന്ന്. അവൻ ഞാൻ കർത്താവിന്റെ ദാസനോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, എന്തായാലും കുറച്ച് ദിവസങ്ങൾ കൂടെ അല്ലെങ്കിൽ 1 വർഷം കൂടെ നമുക്ക് നിന്ന് നോക്കാം. ഒരു ഉയർച്ച ഇല്ലാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ വരും, നമുക്ക് തിരിച്ചു പോയേക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നിന്നു. കർത്താവിന്റെ കൃപയാല് ആമേൻ, അന്ന് തൊട്ട് ഇന്ന് വരെ ഈ 18 വർഷക്കാലം ഇതേ ബിൽഡിംഗ്, അതേ ചർച്ചിൽ, ഹിന്ദിക്കാരുടെ നടുവിൽ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ എല്ലാ നന്മകൾക്കായും സ്തോത്രം ചെയ്യുന്നു. പക്ഷേ ജീവിതത്തിൽ കടന്നു വന്ന വേദനകൾ ഓർത്താൽ, കടന്നു വന്ന അനുഭവങ്ങൾ ഓർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. ഇവിടെ വന്ന് 1 വർഷം കഴിഞ്ഞ് ദൈവാത്മാക്കളെ തന്നു. ഏകദേശം 6 പേർക്ക് ഞങ്ങൾ ഒരു ദിവസം സ്നാനം കൊടുത്തു. കർത്താവിന്റെ കൽപ്പന അനുസരിക്കുവാൻ അവർ തന്നെ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് സ്നാനം ഏൽക്കണം. ഞങ്ങൾ സ്നാനം കൊടുത്തു. പക്ഷേ ഒരു 2 മാസം 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ നിന്ന് ഒരു സഹോദരനെ RSSകാർ പിടിച്ചു. ആ സഹോദരനെ പിടിച്ചിട്ട് സഹോദരനോട് പറഞ്ഞു, അവർക്കെതിരെ നീ സാക്ഷ്യം പറയണം, പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കണം. ഇത്രയും കഷ്ടതകളിൽ കൂടെയും പ്രയാസങ്ങളിൽ കൂടെയൊക്കെ കടന്നു വന്നു. ഒരു ദിവസം ഞങ്ങൾ കുഞ്ഞുങ്ങളെ 2 പേരെയും വീട്ടിലിട്ട് അടച്ചിട്ട് ബജാറിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുവാൻ മാർക്കറ്റിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ദൂരെ നിന്ന് ആ മന്ദിറിന്റെ മുന്നിൽ നിന്നോട്ട് കണ്ടു, വീടിന് ചുറ്റും ഏകദേശം 150-200ഓളം ആൾക്കാരും പോലീസിന്റെ വണ്ടികളും കിടക്കുന്നത്. ഒന്നും മനസ്സിലായില്ല, ഒന്നും മനസ്സിലാകാതെ ഞങ്ങൾ വെറും കൂളായിട്ട് അത് തോന്നി. എന്നോട് ദൈവം എന്തോ എനിക്കൊരു ബുദ്ധി തന്നു. ഒരു കുഞ്ഞൊരു മൊബൈൽ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ഉടനെ ഒരു ദൈവദാസനെ വിളിച്ചിട്ട് പറഞ്ഞു, അറിയത്തില്ല, വീട്ടിൽ കുറെ പോലീസ് നിൽക്കുന്നെന്ന്. ഞങ്ങൾ വീട്ടിൽ വന്നു. കുഞ്ഞുങ്ങൾ 2 പേരും വളരെയധികം നിലവിളിച്ച് കരയുന്ന അനുഭവം. അവർ ഭയന്നു പോയി. കാരണം പോലീസ് എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഭവനത്തിനകത്ത് കയറി ഉള്ള ഫയലുകളും ചർച്ചിനകത്തുള്ള എല്ലാ ബൈബിളുകളും എല്ലാം അവര് ജപ്തി ചെയ്തു. എല്ലാ അലമാരയെല്ലാം തുറന്ന് എല്ലാ ഫയലുകളും അവരെടുത്തു. ഞങ്ങൾ സ്നാനം കൊടുത്ത പ്രിയ സഹോദരനും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മനസ്സിലായി ഇനി ഞങ്ങൾക്ക് രക്ഷയില്ല എന്ന്. അന്നേരം ഞാൻ ഒറ്റ വാക്കേ ചോദിച്ചോളൂ. ഞങ്ങൾ ഇല്ലാതിരുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ മാത്രമുള്ളപ്പോൾ അറിയാവുന്ന ഹിന്ദിയിൽ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്തിരുന്നു? ആ ഒറ്റ വാക്കിന്റെ പേരിൽ അവരാരും, ഈ RSSന്റെ പ്രവർത്തകർ ആരും ഒരു വാക്കും വില കൊടുക്കാതെ പോലീസ് എല്ലാം നോക്കി നിൽക്കുമ്പോൾ തന്നെ എന്നെയും കർത്താവിന്റെ ദാസനെയും കുഞ്ഞുങ്ങളെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. എല്ലാവരെയും 4 പേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ എത്തിയപ്പോൾ ഞങ്ങളെ അടിക്കുവാനായി വടിയും വാളുമായി അനേകർ അതിന്റെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ആരും ഞങ്ങളെ സഹായിപ്പാനില്ല. ഒരു ദൈവദാസന്മാരെയും അവിടേക്ക് അടുപ്പിക്കാൻ അവർ അനുവദിക്കത്തില്ല. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ വന്നതേ ഉള്ളൂ. ഞങ്ങളെ കുറിച്ച് ആർക്കും അത്രത്തോളം അറിയത്തുമില്ല. ഒരു ദൈവദാസന്മാർക്കും ഇവരാരെന്നോ എവിടുന്ന് വന്നെന്നോ അത്രത്തോളം അറിവുമില്ല. ഈ ഒരു ദൈവദാസന് മാത്രമേ ഞങ്ങളെ കുറിച്ച്, അത് ഞങ്ങളുടെ അസിസ്റ്റന്റ് പാസ്റ്ററായി ഇരുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, ആ ഒരു കർത്താവിന്റെ ദാസൻ. പക്ഷേ ആ കർത്താവിന്റെ ദാസൻ വന്നിട്ടും ദൂരെ നിൽക്കുവാൻ മാത്രമേ പറ്റുള്ളൂ. കാരണം അകത്തേക്ക് വന്നാൽ ഇവർ അടിക്കും. അതുപോലുള്ള അവസരം വണ്ടിയിൽ നിന്ന് ഇറക്കുമ്പോൾ അതിനിടയിൽ കൂടി ആരോ എന്നെ ഒരാൾ തൊഴിക്കുകയും ചെയ്തു. ഒപ്പം പോലീസിൽ തന്നെ ചിലരെ ദൈവം അവിടെ ഉപയോഗിച്ചു. ഞങ്ങളെ ചുറ്റും വലയം നിർത്തി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കർത്താവിന്റെ ദാസനെ പെട്ടെന്ന് സെല്ലിലേക്ക് ഇട്ടപ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ 2ഉം നിലവിളിപ്പാൻ തുടങ്ങി. കാരണം പോലീസ് സ്റ്റേഷൻ എന്തെന്നോ പോലീസ് എന്തെന്നോ കേട്ടറിവല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെയും അന്ന് വരെയും ഞങ്ങളത് കണ്ടിട്ടില്ല. കുഞ്ഞുങ്ങൾ 2 പേരും ഭയങ്കരമായി നിലവിളിക്കുവാൻ തുടങ്ങിയപ്പോൾ പോലീസ് അതിന്റെ TI പറഞ്ഞു, ഈ കുഞ്ഞുങ്ങളെ ആരുടെയും കയ്യിൽ കൊടുക്ക്, ഇവർ 2 പേരും ഇവിടെ ഇരിക്കട്ടെ. അന്നേരത്തേന് ദൈവകൃപയാല് 1-2 സഹോദരന്മാർ വരുവാനിടയായി. വക്കീലിനെ ഒക്കെയും കൊണ്ടുവന്നുവെങ്കിലും അവർ ഞങ്ങൾക്ക് ജാമ്യം തന്നില്ല. ഒരാളെ പോലീസ് സ്റ്റേഷനിലും എന്നെ ലേഡീസിന്റെ പോലീസ് സ്റ്റേഷനിലും ഒക്കെ കൊണ്ടുപോയി. പിറ്റേന്ന് രാവിലെ ഞങ്ങളെ കോർട്ടിലേക്ക് കൊണ്ടുപോയി ജാമ്യത്തിന് വേണ്ടി. കോർട്ടിലേക്ക് കൊണ്ടുവന്നപ്പോഴും
അന്ന് അവിടെയും RSSന്റെ പ്രവർത്തകരുടെ വളരെയധികമാവുന്ന അവരുടെ സമ്മർദ്ദം മൂലം ഞങ്ങൾക്ക് അവിടെ നിന്നും ജാമ്യം ലഭിച്ചില്ല. കോർട്ടിൽ നിന്നുകൊണ്ട് ഞാൻ പൊട്ടി പൊട്ടി കരഞ്ഞു. കുഞ്ഞുങ്ങളെ ഓർത്ത് നിലവിളിക്കുവാൻ തുടങ്ങി. അവരുടെ അവസ്ഥ എന്തായിത്തീരും? അന്ന് ഞങ്ങൾക്ക് ജാമ്യം ലഭിച്ചില്ല. ഞങ്ങളുടെ വക്കീലാവുന്ന ശ്രമിച്ചു. കർത്താവിന്റെ ദാസന്മാരെല്ലാവരും കൂടെ ചേർന്ന് നല്ലൊരു വക്കീലിനെ ഒക്കെ കൊണ്ടുവന്നു. പക്ഷേ ജാമ്യം ലഭിച്ചില്ല. ഞങ്ങളെ നേരെ അവർ സെൻട്രൽ ജയിലിലേക്ക് വിട്ടു. അതിനകത്ത് ചെന്നപ്പോൾ ഒരു ദൈവവേദലായിരിക്കെ തന്നെ നിലവിളിപ്പാൻ തുടങ്ങി. കർത്താവ്, എന്റെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിച്ചല്ലോ. കാരണം അതിനകത്തെ അവസ്ഥ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ അതിനകത്ത് കയറി നോക്കണം. 4 ചുറ്റിലും വളരെ വലിയ വൻമതിൽ. അതിനകത്ത് കടന്നു ചെല്ലുമ്പോൾ ഗ്രൂപ്പിസം. അവർ തന്നെ നോക്കും, ഇതില് നല്ല ഏതെങ്കിലും ആൾക്കാരാ വരുന്നെന്നുണ്ടെങ്കിൽ അവർ അവരുടെ ആ ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോകും. അല്ല എന്തെങ്കിലും വലിയ തെറ്റുകളൊക്കെ ചെയ്തിട്ടോ അതുപോലുള്ള അവരുടെ ജീവിതത്തിൽ വന്നിട്ട ചില അവർ അവിടെ തന്നെ അവരെ ഉപദ്രവിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും. എന്നാൽ ദൈവകൃപയാൽ അവിടെ എന്നെ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം ചില ആന്റിമാരെ ദൈവം ഉപയോഗിച്ചു. ഞാൻ മാറിയിരുന്ന് ദൈവസന്നിധി ഒത്തിരി നിലവിളിക്കുമായിരുന്നു. ഹാഗർ നിലവിളിച്ച പോലെ മാറിയിരുന്ന് നിലവിളിക്കുമ്പോഴെല്ലാം അന്യജാതിക്കാരാണെങ്കിലും പ്രിയ സഹോദരിമാർ വന്ന് പറയുമായിരുന്നു, നീ എന്തിനാ മോളെ ഇങ്ങനെയൊന്ന് കരയുന്നേ? നീ നാളെ ഇവിടുന്ന് പോവും. ഞങ്ങളെക്കുറിച്ചൊന്ന് ഓർത്ത് നോക്കിയേ. വർഷങ്ങളായി ഞങ്ങൾ ഇവിടെ കിടക്കുന്നു. ഞങ്ങൾക്ക് ആരുമില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടെ വരെ ആയെന്നോ, ഞങ്ങളുടെ ഭർത്താവിന്റെ കാര്യം എന്തെന്നോ, ജീവനോടെ ഉണ്ടെന്നോ ഒന്നും അറിയത്തില്ല. ഞങ്ങളും പല കേസിലും ഇങ്ങനെ കുരുങ്ങി ഈ ജയിലിനകത്ത് 20 വർഷം 30 വർഷം കൊണ്ട് കഴിയുക. പക്ഷെ ഒരു കാര്യം ചെയ്യണം, നീ വിളിക്കുന്ന ദൈവത്തെ നീ ഇവിടുന്ന് പോയാലും ഞങ്ങൾക്ക് വേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന്. അവൻ ഇന്ന് വരെയും ജയിലിൽ കഴിയുന്ന അനേക സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുക. ഒരു ദിവസം കഴിഞ്ഞു, ഞങ്ങൾക്ക് ജാമ്യം കിട്ടിയില്ല. പിറ്റേ ദിവസവുമായി ആശയെല്ലാം നഷ്ടപ്പെട്ടു. നിരാശ മാത്രം ജീവിതത്തിൽ വന്നു. നിലവിളി അല്ലാതെ ഭക്ഷണം കഴിപ്പാനോ, കുഞ്ഞുങ്ങൾ ആരുടെ അടുത്താണെന്നോ, കർത്താവിന്റെ ദാസന്റെ അവസ്ഥ എന്താണെന്നോ ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ പിറ്റേന്ന് ഞങ്ങളെ 2 പേരെയും അതിന്റെ മെയിൻ ഓഫീസേഴ്സിന്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ഞാൻ ഒരു വാക്ക് ആ ഓഫീസറോട് പറഞ്ഞു, ഞാൻ എന്റെ ഭർത്താവിനെ കണ്ടു. ഒരിക്കലും അവർ അനുവദിക്കുന്നതല്ല. പക്ഷേ അന്ന് എന്ത് ദൈവത്തിന്റെ ഒരു കരുണ, ഞങ്ങളെ 2നെയും കാണുവാൻ ദൈവം ഒരുമിച്ച് സംസാരിപ്പാൻ അവർ ഞങ്ങൾക്ക് അവസരം നൽകി തന്നു. കർത്താവിന്റെ ദാസൻ ഒരു BP പേഷ്യന്റ് ആയതുകൊണ്ട് വളരെയധികം അവിടെ പൊട്ടി പൊട്ടി നിലവിളിപ്പാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, കർത്താവിന്റെ ദാസനെ നമ്മൾ നിലവിളിച്ചിട്ട് കാര്യമില്ല. കാരണം നമുക്ക് കർത്താവിന് വേണ്ടിയാ ഇതിനകത്ത് വന്നത്. ദൈവത്തിന് വേണ്ടിയാ നാം ജയിലിനകത്ത് വന്നത്. നാം തെറ്റ് ചെയ്തിട്ടല്ല വന്നത്. ദൈവമക്കളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്ന് എന്തോ ദൈവം എനിക്ക് അന്നേരം നല്ല ബലവും ശക്തിയും നൽകി തന്നു. ഒറ്റയിരിക്കുമ്പോൾ നിലവിളിക്കുമെങ്കിലും കർത്താവിന്റെ ദാസനെ കണ്ടപ്പോൾ എനിക്ക് ദൈവം ബലവും ശക്തിയും നൽകി തന്നു. പിറ്റേന്ന് വൈകിട്ടായപ്പോൾ, രാത്രി 8 മണിയോളം ആയപ്പോൾ ഒരു പോലീസ് ഓഫീസർ വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ജാമ്യം കിട്ടി. ഞാൻ ദൈവത്തെ ഒത്തിരി സ്തുതിച്ചു. കാരണം ഞങ്ങളെ അറിയാവുന്ന ആരും അവിടെ ഇല്ല. ഞങ്ങളെ ആരും മർദ്ദിച്ചില്ല. കർത്താവിന്റെ ദാസനെതിരെ അനേകർ അതിനകത്ത് ഈ പൂജ ചെയ്യുന്നവർ അവർ കഴിവിന്റെ പരമാവധി നോക്കി അവരെടുക്കുന്ന ആ പ്രസാദം കർത്താവിന്റെ ദാസനെ കഴിപ്പിക്കുവാൻ കർത്താവിന്റെ ദാസൻ പറഞ്ഞു വേണ്ട എന്ന്. കൈ ഓങ്ങിയപ്പോൾ വേറെ ഒരു വ്യക്തിയിൽ കൂടെ ദൈവം സംസാരിച്ചു, ഒരാൾക്ക് വേണ്ടെങ്കിൽ പിന്നെ നീ എന്തിനു നിർബന്ധിക്കുന്നു എന്ന്. ആ അവസ്ഥ പക്ഷേ കൈ ഓങ്ങുവാനോ ഒരു മർദ്ദനം ഏൽക്കുവാനോ ദൈവം ഇടയാക്കിയില്ല. ഞാൻ ഈ രാത്രികാലം പറയുന്നത്, കർത്താവിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി വിളിച്ചു പറിച്ച ജീവിതത്തിലെ അനുഭവത്തിലേക്ക് ഞാൻ തിരിഞ്ഞു ചിന്തിച്ചു നോക്കുമ്പോൾ അവിടെ ആരുമില്ലാന്ന് ഒറ്റപ്പെട്ടു പോയല്ലോ. ഇനി ഞങ്ങളുടെ ജീവിതത്തില് ഈ ജയിലിനകത്ത് നിന്ന് പുറത്തു വരുവാൻ യാതൊരു ചാൻസും ഞങ്ങൾക്ക് കാണുന്നില്ല എന്ന് ഞങ്ങൾ തന്നെ അവിടെ വിധി എഴുതി. ഞങ്ങൾ തന്നെ അവിടെ മുദ്രയിട്ടു. കാരണം ഞങ്ങളെ അറിയാവുന്ന ആരുമില്ല. പക്ഷെ അന്നൊരു കാര്യം മനസ്സിലായി. സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ കർത്താവ് തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഒരുക്കുന്ന ദാസന്മാരെ കാണുവാൻ ഏകദേശം 200ഓളം കർത്താവിന്റെ ദാസന്മാർ ഞങ്ങളെ കാത്ത സെൻട്രൽ ജയിലിന്റെ വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവം അവിടെ നിന്ന് ഞങ്ങളെ വിടുവിച്ചു, അത്ഭുതകരമായി കൊണ്ടുവന്നു. പക്ഷേ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളായിരിക്കുന്ന ഇതേ സഭയിൽ അന്നുണ്ടായിരുന്ന സകല വിശ്വാസികളും ഭയം കാരണം
നോർത്ത് ഇന്ത്യൻസ് ആണ്, ഹിന്ദുക്കളാണ്. ചെറിയ പ്രശ്നം മതി, അവരെല്ലാവരും സഭ വിട്ടുപോയി. എല്ലാവരും ശൂന്യത മാത്രം. ഞാനും കർത്താവിന്റെ ദാസനും 2 കുഞ്ഞുങ്ങളുമായി എന്നും ആരാധിക്കുന്ന പോലെ ചുറ്റുപാടുകൾ മുഴുവനും ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഇനി ഇവിടെ നിൽക്കത്തില്ലല്ലോ, നിങ്ങൾ ഇനി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകത്തല്ലേ ഉള്ളൂ. കാരണം ജാമ്യം ലഭിച്ചതേ ഉള്ളൂ, ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാനും പറ്റത്തില്ല. പോലീസ് ഞങ്ങളോട് പ്രത്യേകമായി പറഞ്ഞാൽ നിങ്ങൾ ഇനി ഇവിടുന്ന് ഞങ്ങളുടെ അറിവ് കൂടാതെ എങ്ങോട്ടും പോകാൻ പറ്റില്ല എന്ന്. ആമേൻ. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളെ കൊണ്ട് എഴുതി ഒപ്പിട്ടു, ഇനി നിങ്ങൾ മറ്റുള്ളവരുടെ വീട്ടിൽ പോവുകയോ അവരോട് സുവിശേഷം പറയുകയോ എന്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ പോലീസ് അതിൽ യാതൊന്നിലും ഇടപെടത്തില്ല എന്ന്. അതുവരെയും എഴുതി ഒപ്പിട്ടു. അനേക നാളുകൾ, അനേക വർഷങ്ങൾ, ഏകദേശം 8-10 വർഷത്തോളം ഞങ്ങൾ കോർട്ട് കയറി ഇറങ്ങി. ഓരോ ഹിയറിങ്ങിലും ഞങ്ങൾ ചെല്ലുമ്പോൾ ഒപ്പിട്ടിട്ട് തിരിച്ചു വരും. ദൈവസന്നിധിയിൽ അനേക ദൈവമക്കൾ പ്രാർത്ഥിച്ചു, ദൈവജനം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഫലമായി വർഷങ്ങൾക്ക് ശേഷം ഏത് വിശ്വാസി ഞങ്ങൾക്കെതിരെ വന്ന് കേസ് കൊടുത്തോ അതേ സഹോദരനെ ലാസ്റ്റ് മൊമെന്റിൽ ദൈവം ആ കോർട്ടിൽ എത്തിച്ചു. അതോടൊപ്പം തന്നെ ഏത് വ്യക്തി ഞങ്ങൾക്കെതിരെ കേസ് പറയുവാൻ വന്നു ആ വ്യക്തി പെട്ടെന്ന് ആ കോർട്ടിലേക്ക് കടന്നു വന്നതാ. ഞാൻ പെട്ടെന്ന് കണ്ടു. ഞാൻ പെട്ടെന്ന് എന്തോ ജഡ്ജിനോട് പറഞ്ഞു, ജഡ്ജ് സാബ്, ഈ വ്യക്തിയാ ഞങ്ങൾക്കെതിരെ, ഈ പുള്ളിയോട് പറയുന്നത് ഞങ്ങൾക്കെതിരെ സാക്ഷ്യം പറയണം, ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കണം. ഉടനെ ജഡ്ജ് ചോദിച്ചു, നീ എന്തിനിവിടെ വന്നു? ആ പുള്ളിക്കെതിരെ ഉടൻ ഞങ്ങൾക്കെതിരെ എന്ത് കേസ് പറഞ്ഞു? ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ ചെന്നിട്ട് അതേ സഹോദരൻ പറഞ്ഞു, 3 മാസം കഴിയുമ്പോൾ നിങ്ങൾ നോക്കണം, ഈ കുഞ്ഞുങ്ങൾ ഈ റോഡിൽ കൂടി അനാഥരായി നടക്കുന്നത് ഞാൻ കാണിക്കുമെന്ന്. അതേ വ്യക്തി അതേ കോർട്ടിൽ കടന്നു വന്നപ്പോൾ അതേ ജഡ്ജ് ആ വ്യക്തിക്കെതിരെ കേസ് എഴുതി. ആ പുള്ളിയുടെ സമ്മർദ്ദം മൂലമാണ് ഈ സഹോദരൻ ഇവർക്കെതിരെ ഈ കള്ളക്കേസ് ഉണ്ടാക്കിയത്. ഈ സഹോദരനും പറയുവാനിടയായി, അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇവർ ഞങ്ങൾക്കെതിരെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി കൊല്ലുമെന്ന് പറഞ്ഞു. അമ്മയും മകനും മാത്രമേ ഉള്ളൂ. അമ്മയെ കൊല്ലുമെന്ന് പറഞ്ഞ് ഇവർക്കെതിരെ അഥവാ കേസ് കൊടുത്തില്ലെങ്കിൽ നിന്നെ നിന്റെ അമ്മയെ കൊല്ലുമെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഇവർക്കെതിരെ ഞങ്ങൾ കേസ് കൊടുത്തതെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവം ഞങ്ങളെ അവിടെ നിന്നെല്ലാം വിടുവിച്ചു. പക്ഷേ ആരാധനാലയം ശൂന്യമായി. ആഴ്ചകളോളം ഞങ്ങൾ മാത്രം ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞു, ആരാധിച്ചു. പക്ഷെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, അന്നും കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ഇനി നമുക്ക് ഇവിടുന്ന് പോയേക്കാം. ഞാൻ പറഞ്ഞില്ല. ഇത്രയും അധികം ദൈവം നമ്മളെ അത്ഭുതകരമായി ഒരു സെൻട്രൽ ജയിലിൽ നിന്ന് വിടുവിച്ച് ഇവിടെ വരെ കൊണ്ടുവന്നുവെങ്കിൽ നമ്മളെ ദൈവം ഈ ദേശത്ത് തന്നെ ആക്കുന്നത്. നമ്മുടെ ദൈവം നമ്മളെ മാനിക്കും, നമ്മുടെ ദൈവം നമ്മളെ ഉയർത്തും, ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ആ വിശ്വാസത്തോടെ ആഴ്ചകളോളം ഒരു വിശ്വാസി പോലും ഇല്ലാതെ ആരാധിച്ചു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. കണ്ണുനീര് കണ്ട ദൈവം ഓരോന്നായി വിശ്വാസികളെ തരുവാൻ തുടങ്ങി. ചുറ്റുപാടുകളെല്ലാം വിധി എഴുതി. അനേക ദൈവദാസന്മാർ ഞങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തി. അവർ പറഞ്ഞു, അവർക്ക് ഇവിടെ അറിയത്തില്ലേ, ബില്ല് പാസ്സാക്കിയേക്കുന്ന സ്ഥലമാ, സ്നാനം കൊടുത്തത് എന്തിന്? പക്ഷേ കർത്താവിന്റെ കൃപയാല് അവരെല്ലാവരും സ്നാനപ്പെട്ടവർ, ആ സഹോദരൻ ഒഴിച്ച് എല്ലാവരും ഇന്നും വിശ്വാസത്തിൽ മുന്നേറുന്നു. ആരോപണങ്ങൾ വളരെ ഉണ്ടായി. അനേകർ ഞങ്ങളെ തെറ്റിദ്ധരിച്ചു, അനേകർ ഞങ്ങൾക്കെതിരെ കുറ്റാരോപണങ്ങൾ ഉണ്ടാക്കി. പക്ഷെ വിശ്വസ്തനായ ദൈവം ഞങ്ങളെ ഇതേ സ്ഥലത്ത് തന്നെ അതേ ആരാധനാലയത്തിൽ തന്നെ ഇന്ന് വരെ നിർത്തിക്കൊണ്ടിരിക്കുന്നു, ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. അതിനിടയിലും വളരെയധികം പ്രതികൂലങ്ങൾ ഞങ്ങൾ കടന്നു വന്നു. ഇവിടെ കടന്നു വന്നപ്പോൾ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നു. പ്രിയ ഇളയ പൈതലിനെ ദൈവം ദാനമായി തന്ന് അവൻ എൻ്റെ ഉദരത്തിൽ ഉരുവിട്ട നാള് മുതൽ ആദ്യം എൻ്റെ ശരീരത്തിൽ ബ്ലീഡിങ് തുടങ്ങി. അത് കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞാൽ വളരെയധികം ശക്തമായി വീണു. ലാസ്റ്റ് മൊമെന്റിൽ ഡെലിവറിയുടെ ടൈം എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിനക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല, കാരണം കുഞ്ഞ് നിന്റെ വയറ്റില് ആ കോട് ചുറ്റി, ആ ഞരമ്പ് ചുറ്റി, കഴുത്തിന് ചുറ്റി ഞരമ്പ് ചുറ്റി കിടക്കുക, നിനക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല എന്ന്. ദൈവസന്നിധിയിൽ ആശ്രയം വെച്ചുകൊണ്ട് ഞങ്ങൾ രാജസ്ഥാനിൽ നിന്ന് നാട്ടിലേക്ക് പോയി. നാട്ടിൽ ചെന്നിട്ടും ഡെലിവറിയുടെ ഡേറ്റ് ആയി. രാവിലെ 8 മണി മുതൽ എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. വേദനയുണ്ട്, അങ്ങോട്ട് തിരിച്ചു കിടത്തിയാൽ ഞാൻ അങ്ങനെ കിടക്കും, ഇങ്ങോട്ട് തിരിച്ചു കിടത്തിയാൽ ഞാൻ അതുപോലെ കിടക്കും. ആ കുഞ്ഞ് കറങ്ങി വരുന്ന ഒരു അനുഭവമില്ല.
അവർ 3 നില 4 നില സ്റ്റെപ്പ് എന്നെ കയറ്റി. ആ ഡോക്ടർ ആവും വിധം ശ്രമിച്ചു എങ്ങനെയെങ്കിലും ഒരു നോർമൽ ഡെലിവറി എനിക്ക് ലഭിക്കുവാൻ. കാരണം ഞങ്ങളുടെ അവസ്ഥയും അതുപോലെ സാമ്പത്തികമായി വളരെയധികം പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ഓപ്പറേഷൻ ചെയ്യുവാൻ ഞങ്ങളുടെ കരങ്ങളിൽ യാതൊരു വിധത്തിലുമുള്ള യാതൊരു സോഴ്സും ഇല്ലാതെ ഞങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. വൈകുന്നേരം 6 മണി വരെ അവരെന്നെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു. ഡോക്ടർ ഒരു ഫാമിലി ഡോക്ടർ ആയതുകൊണ്ട് അവർ ലാസ്റ്റ് മൊമെന്റിൽ വന്നിട്ട് എന്നെ കേൾക്ക് അവരുടെ സിസ്റ്റേഴ്സിനോട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഒരു കാര്യം ചെയ്ത് ഓപ്പറേഷൻ തിയേറ്റർ റെഡി ആക്കുക, ജെസ്സിക്ക് നോർമൽ ഡെലിവറി നടക്കത്തില്ല. വെളിയിൽ ചെന്ന് കർത്താവിന്റെ ദാസനോട് പറഞ്ഞു, സാമേ ഇനി ഒരു നോർമൽ ഡെലിവറി നടക്കത്തില്ല, ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്തേ പറ്റത്തുള്ളൂ. കർത്താവിന്റെ ദാസൻ അവിടെ നിന്നുകൊണ്ട്, മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളെല്ലാം ഉണ്ട്, എല്ലാവരും ഉണ്ടെങ്കിലും ഞങ്ങളുടെ അവസ്ഥകൾ അറിയാവുന്ന ഞങ്ങൾക്കുള്ള കർത്താവിന്റെ ദാസൻ അവിടെ നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ പൊട്ടി നിലവിളിച്ച് കരയുവാൻ തുടങ്ങി. കർത്താവ് നിലവിളി കേട്ടു. 6:30 ടൈം ഡോക്ടർ പറഞ്ഞു. 6:27 ആയപ്പോൾ എന്റെ ദൈവം എനിക്കൊരു നോർമൽ ഡെലിവറി തന്നു. നല്ലൊരു ആൺപൈതലിനെ ദൈവം തന്നു. 1 വർഷത്തോളം വളരെയധികം സന്തോഷത്തോടെ സമാധാനത്തോടെ ഒക്കെ ആയിരുന്നു. പക്ഷേ 1 വർഷം കഴിഞ്ഞപ്പോൾ അതേ പ്രിയ പൈതലിൽ കൂടെ ഓരോ ശോധനകൾ ജീവിതത്തിൽ വരുവാൻ തുടങ്ങി. അവന്റെ ചെവിയിൽ ഒരു ചെറിയ ഒരു കുഴിയുള്ളത് കൊണ്ട് ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ആ ചെവിയുടെ പുറകുവശത്തായി വളരെയധികം വീർത്ത് നീര് പിടിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അത് പഴുപ്പ് പോലെ പൊട്ടി ഒഴുവാ സമയത്തൊക്കെ ആ കുഞ്ഞു വേദന കാരണം വളരെയധികം നിലവിളിക്കുവാൻ തുടങ്ങി. ഞങ്ങൾ അന്നേരം ഇവിടെ വന്ന് ഞാൻ കുറഞ്ഞത് ഞങ്ങൾ 2-3 ഡോക്ടേഴ്സിനെ കാണിച്ചു. അവർ പല പ്രാവശ്യം ആ ചെവിയുടെ പുറത്ത് കീറി പഴുപ്പ് എടുത്തു കളഞ്ഞു, ഓപ്പറേഷൻ ചെയ്ത് നോക്കി, എടുത്തു കളഞ്ഞു. പക്ഷെ ഒന്നും സക്സസ് ആയില്ല. നാട്ടിൽ കൊണ്ടുപോയി അവിടെയും ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തിട്ട് പറഞ്ഞു സക്സസ് ആയിട്ടില്ല, ഇനിയും ഇതുണ്ടാകുമെന്ന്. ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അന്യജാതിക്കാർ ആ ചർച്ചിൽ മുഴുവൻ മുഖത്ത് നോക്കി അനേകർ ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങളുടെ വിശ്വാസികൾ തന്നെ ഞങ്ങളോട് ചോദിച്ചു, പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല വിടുതലുണ്ട്, പക്ഷെ എന്തുകൊണ്ട് പാസ്റ്റർ മകൻ ഒരു വിടുതലില്ല? ആ വാക്ക് ഞങ്ങളെ വളരെയധികം തളർത്തി കളഞ്ഞു. ദൈവത്തിന് ഞങ്ങൾ ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും തുടങ്ങി. കർത്താവേ, ശരിയാണ്, ഞങ്ങൾ ഹിന്ദിക്കാരുടെ നടുവില് ദൈവവേല ചെയ്യുമ്പോൾ അനേകർ ഞങ്ങളുടെ മുന്നില് പ്രാർത്ഥിക്കുമ്പോൾ ഉടൻ തന്നെ വിടുതൽ പ്രാപിക്കുന്ന അനുഭവം കാണുവാൻ ഇടയായിട്ടുണ്ട്. അനേക ഭൂതങ്ങളെ, അങ്ങനെയുള്ള അനേക പ്രവർത്തികൾ ദൈവം ഞങ്ങളെ കുറിച്ച്. പക്ഷേ ഒന്നിനുമേൽ ഒന്നായി ഈ പ്രിയ പൈതൽ മുഖാന്തരം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ മാത്രമായിരുന്നു, പ്രയാസങ്ങൾ മാത്രമായിരുന്നു, കണ്ണുനീരിന്റെ അനുഭവങ്ങൾ മാത്രമായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസനോട് ദൈവം വ്യക്തമായി ഇടപെടുവാനിടയായി. എന്റെ കൃപ നിനക്ക് മതി. ദൈവസന്നിധിയിൽ ആ ഒരു വാക്യം ഞങ്ങളെ ബലപ്പെടുത്തി. ആരെന്ത് ചോദിച്ചാലും ആരെന്ത് പറഞ്ഞാലും ഒരു മറുപടിയും പറയാതെ ഞങ്ങൾ ദൈവത്തോട് പറഞ്ഞ, കർത്താവേ നിന്റെ കൃപ മതി, നീ ഞങ്ങളുടെ പൈതലിനെ വിടുവിക്കും. എല്ലാം ഏകദേശം 4-5 ഡോക്ടേഴ്സ് ഓപ്പറേഷൻ ചെയ്തിട്ടും പറഞ്ഞു സക്സസ് ആയിരുന്നു. ലാസ്റ്റിൽ ഇവിടെ ഒരു പാസ്റ്റർ പറഞ്ഞു, അതേ പാസ്റ്റർ തന്നെ ഞങ്ങൾ ജയിലിലായിരിക്കുമ്പോഴും കടന്നു വന്നിട്ട് ഒരു ആശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു. മോനെ, ഒരു മലയാളി അങ്കിളാ പറഞ്ഞു, മോനെ ഞാൻ ഇത്ര വർഷമായി കർത്താവിന്റെ വേല ചെയ്യുന്നു, ഇന്നുവരെയും എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ നിന്നെ ദൈവം മുന്നമേ കണ്ടിട്ടുണ്ട്, അവന്റെ പ്രവർത്തിക്ക് വേണ്ടി. അതാ നീ ജയിലിൽ പോകുവാൻ ഇടയായതെന്ന്. ഞങ്ങൾക്ക് ആർക്കും ലഭിക്കാത്ത ഒരു ഭാഗ്യമാണ് നിന്റെ ജീവിതത്തിൽ നിനക്ക് ദൈവം തന്നതെന്ന്. അതേ അങ്കിൾ ഒരു പിതാവിനെ പോലെ ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ ഇന്നും അതുപോലെ സ്നേഹിക്കുന്ന അങ്കിൾ ഞങ്ങളോട് പറഞ്ഞു, മോനെ ലാസ്റ്റിൽ ഒരു കാര്യം ഇവിടെ ഞാനൊരു ഡോക്ടറെ കാണിച്ചു തരാം, അയാള് ദൈവമക്കളെയൊക്കെ നല്ലതുപോലെ ഒരു ഹിന്ദുവായെങ്കിലും ദൈവമക്കൾ എന്ന് പറയുമ്പോൾ അയാൾക്കൊരു നല്ല പ്രത്യേകമായ പരിഗണന തരുന്ന ഒരു ഡോക്ടറെ ഒന്നുകൊണ്ട് കാണിക്കുന്നു. ലാസ്റ്റിൽ ഞങ്ങൾ അവിടെ കൊണ്ടുചെന്നു. ഡോക്ടർ ചെക്ക് ചെയ്തു, ഡോക്ടർ സ്കാൻ ചെയ്തു. ലാസ്റ്റിൽ ഡോക്ടർ ഞങ്ങളെ ഒരു കാര്യം കാണിച്ചു. കുഞ്ഞിന്റെ ചെവിയിൽ കൂടെ പഴുപ്പ് തലച്ചോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഡോക്ടർ പറഞ്ഞു, കുറച്ചുകൂടെ നിങ്ങൾ ലേറ്റായി പറഞ്ഞു, ഒരു പക്ഷേ നിങ്ങളുടെ കുഞ്ഞിന്റെ ഒരു ചെവിയുടെ കേൾവി ശക്തി എന്നേക്കുമായി നഷ്ടമാകുമായിരുന്നു. എങ്കിലും ഞാൻ ഓപ്പറേഷൻ ചെയ്യാം. ഓപ്പറേഷൻ ചെയ്തു. ദൈവത്തിന്റെ കൃപയാല് അന്ന് മുതൽ ഇന്ന് വരെ എന്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞ ആ ദൈവം ഒരു പ്രോബ്ലവും ഇല്ലാതെ ആ ചെവിക്ക് കേൾവി കുറവിനോ ആ ചെവിയിൽ ഒരു വേദന വരുവാനോ ഒരു നീര് വരുവാനോ ഇന്ന് വരെ ഇടയാക്കാതെ പൂർണ്ണമായും
ആമേൻ. ദൈവം അവന് വിടുതൽ കൊടുത്തു. അവിടെ കൊണ്ട് തീർന്നില്ല. പല ദിവസങ്ങളിലും പല രോഗങ്ങൾ ഒന്നായി ഒന്നായി ഇവൻ അവന്റെ ശരീരത്തിലേക്ക് കഴിഞ്ഞ 2 വർഷത്തിന് മുന്നേ പ്രിയ പൈതൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്നൊരു ദിവസം അവനൊരു പനി വന്നു മാസങ്ങളായി, ആഴ്ചകളായി അവന്റെ പനി വിട്ടുമാറുന്നില്ല. ഡോക്ടറെ കാണിക്കുമ്പോൾ അവർ ടൈഫോയിഡ് ടെസ്റ്റ് ചെയ്യും, മലേറിയ ടെസ്റ്റ് ചെയ്യും, ഡെങ്കു ടെസ്റ്റ് ചെയ്യും, എല്ലാം ചെയ്യും. ഡോക്ടർ തന്നെ ലാസ്റ്റ് പറഞ്ഞു ഞങ്ങൾക്ക് അറിയത്തില്ല. ലാസ്റ്റിൽ ഞാനൊരു ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഒന്ന് നോക്ക്, അവൻ ശ്വാസം മുട്ടുന്നു എന്ന് പറയുന്നുണ്ട്. അവൻ ഒരു ദിവസം ഛർദ്ദിച്ചപ്പോൾ അതിൽ ചെറിയ ബ്ലഡും വന്നെന്ന് പറഞ്ഞു. അവൻ ഡോക്ടർ പറഞ്ഞു നീ ESR ഒന്ന് എടുത്തു നോക്കിയപ്പോൾ അവിടെ നിന്നുകൊണ്ട് എന്റെ കർത്താവിന്റെ ദാസൻ ജെസ്സി, നമ്മുടെ മോന് TB ആ. ആ നിമിഷവും ഞാൻ ആ കുഞ്ഞിന്റെ വേദന കണ്ട് ഓരോ ദിവസം ചെല്ലുന്തോറും കുഞ്ഞ് ക്ഷീണിച്ച് പോവുക. 15 വയസ്സുള്ള കുഞ്ഞ് അന്ന് നോക്കിക്കഴിഞ്ഞാൽ അവനൊരു 8 കിലോ 10 കിലോ അല്ലെ 15 കിലോ അത്രേ ഉള്ളൂ. ആ അവസ്ഥയിൽ പോയി. അന്നേരം ദൈവത്തോട് പറഞ്ഞ, കർത്താവെ അവന്റെ പ്രാണനെ ഇനി എടുത്തുകൊള്ളണേ. ഞാൻ ദൈവദാസന് ഒരുമിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ ഈ പ്രിയ മതി കർത്താവേ, ഈ കുഞ്ഞിനെ നീ എടുത്തോണേ എന്ന് ദൈവസന്നിധിയിൽ ഞങ്ങൾ പറയാൻ തുടങ്ങി. ഒരു മാതാവും പിതാവും പറയാത്ത കാര്യങ്ങൾ. കാരണം അവൻ ജനിച്ച നാൾ മുതൽ, എൻ്റെ ഉദരത്തിൽ ഉൽപ്പന്നമായ നാൾ മുതൽ ഈ പ്രിയ പൈതൽ കൂടി ഓരോന്ന് കഷ്ടതകൾ ഞങ്ങൾ അനുഭവിച്ചു. ഇത്ര വർഷമായിട്ടും ഇവന്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ വരുന്നതെന്ന് ഓർത്ത് ഞങ്ങൾ അവന്റെ അവസ്ഥ കണ്ടിട്ട്, അവൻ വേദനകൾ വരുമ്പോൾ എൻ്റെ മടിയിൽ ഇരുന്നുകൊണ്ട് പറയും, അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും മമ്മി, എനിക്ക് വേണ്ടി. ചെവിയുടെ വേദനയൊക്കെ വരുമ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നോണ്ട് പറയും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും മമ്മി. പ്രാർത്ഥനയല്ലാതെ ജീവിതത്തിൽ ഒന്നുമില്ല. നീ ആ സമയത്തും ഞങ്ങൾ രണ്ടുപേരും ദൈവസനം, കർത്താവേ അവന്റെ പ്രാണനെ എടുത്തുകൊള്ളണേ. എന്നാൽ ദൈവം പ്രിയ പൈതലിന് നല്ല ആയുസ്സും ആരോഗ്യം കൊടുത്തു. ഏകദേശം 6 മാസത്തോളം അവൻ ആ രോഗത്താൽ സ്കൂളിൽ പോകുവാൻ കഴിയാതെ ഒരേ കിടക്കയിൽ തന്നെ, ആ ടാബ്ലറ്റ് ചെല്ലുമ്പോൾ കുഞ്ഞ് മയങ്ങിപ്പോകും, കുഞ്ഞ് എഴുന്നേൽക്കുവാൻ കാരണം ഈ രോഗത്തെ കുറിച്ചൊക്കെ ജീവിതത്തിൽ കേട്ടിട്ടേ ഉള്ളൂ. ഇത്രയും വലിയൊരു രോഗം എന്താണ്. ആ ഡോക്ടറിന് എന്നോട് കണ്ടപ്പോൾ, മോളെ നിന്റെ മകന് TB എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു പൊട്ടിക്കഴിഞ്ഞു. ഡോക്ടർ ഞാൻ അത് സാരമില്ല, ഇതൊക്കെ ഇപ്പോൾ നോർമലാ, നീ അതിനെക്കുറിച്ച് വിഷമിക്കണ്ട. ഞാൻ പറഞ്ഞു, ഡോക്ടറെ എൻ്റെ വീട്ടിലൊന്നും ഇരുന്ന് ആർക്കും വന്നിട്ടില്ല, ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഞങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ, സാരമില്ല, ഇത് നോർമലാ, ഞാൻ തന്നെ നിനക്കൊരു നല്ല ഡോക്ടറെ കാണിച്ചുതരാന്ന് പറഞ്ഞ് ആ ഡോക്ടർ ഞങ്ങളെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങളുടെ കുഞ്ഞിനെ ചികിത്സിപ്പാനിടയായി. ഏകദേശം 6 മാസത്തോളം പ്രിയ പൈതൽ സ്കൂളിൽ പോകാതെ ഒറ്റ റൂമിനകത്ത് അവൻ ഒറ്റയ്ക്ക് കഴിക്കുന്നത്, കിടക്കുന്നത് എല്ലാം. കാരണം ഡോക്ടർ പ്രത്യേകം പറഞ്ഞു, ഇത് ഇൻഫെക്ഷനാ, വേറൊരാൾക്ക് പകരാൻ ചാൻസ് ഉണ്ട് വീട്ടിനകത്ത്. കാരണം TB എന്ന് പറയുന്ന രോഗം അത്ര ഈസിയായി നാം കാണുവാനുള്ളതല്ല എന്ന്. കർത്താവിന്റെ കൃപയാൽ, ദൈവത്തിന്റെ കരുണയാൽ അവൻ ഇന്ന് പൂർണ്ണ ആരോഗ്യമുള്ളവനായി. എല്ലാവരും ഇന്ന് എന്നോട് ചോദിക്കും, ആ മകനാണോ ഇതെന്ന്. അന്നത്തെ ജസ്റ്റിനാണ് അവന്റെ പേര്, അന്നത്തെ ജസ്റ്റിനാണോ ഈ ജസ്റ്റിൻ? അത്രമാത്രം യഹോവ അവനെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ ഞങ്ങളുടെ കരങ്ങളിൽ ഒന്നുമില്ലാതെ ഈ ദേശത്ത് ഞങ്ങളായിരിക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടി. ആദ്യത്തെ 1 വർഷം ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ചു. പക്ഷെ ഫീസ് കൊടുക്കുവാൻ പിറ്റേ വർഷമായപ്പോൾ, ഓരോ വർഷത്തും ചെല്ലുന്തോറും ഫീസ് കൊടുക്കുവാൻ ഞങ്ങൾക്ക് കരങ്ങളിൽ ഒന്നുമില്ലാതെ വന്നപ്പോൾ ഞങ്ങളൊരു ചെറിയ സ്കൂൾ നോക്കി, അവിടെയെങ്കിലും എന്തെങ്കിലും ഫീസ് കൊടുത്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാമല്ലോ എന്നോർത്ത്. പക്ഷെ ദൈവം നമ്മൾക്ക് കുഞ്ഞുങ്ങളെ തന്നത് അവൻ മുന്നമേ എല്ലാം കരുതിയിട്ടാ. ആ വർഷം തന്നെ ഇവിടെ ഒരു മലയാളി ഒരു സഹോദരനും ഞങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു സഹോദരി ഒരു സ്കൂൾ തുടങ്ങുവാനിടയായി. ആ സഹോദരി ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ സ്കൂളിൽ വിട്, 12th വരെ 2 കുഞ്ഞുങ്ങളെ ഫ്രീ ആയി ഞങ്ങൾ പഠിപ്പിച്ചോളാം, ഒരു ഫീസും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ മേടിക്കും. കാരണം ഒരു കർത്താവിന്റെ ദാസനാണ്, ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുന്നവനാണ്, ഒരു ഫീസും മേടിക്കാത്ത. ദൈവകൃപയാൽ ഈ രാത്രികാലം പറയട്ടെ, 12th വരെയും എൻ്റെ 2 കുഞ്ഞുങ്ങൾക്കും ഒരു ഫീസും കൊടുക്കാതെ, ഒരു പൈസ പോലും, യൂണിഫോം വേണോ കർത്താവിന്റെ ദാസി ഞങ്ങൾക്ക് തരും. ബുക്സ് വന്നാൽ ഉടൻ ഞങ്ങളെ ഫോൺ ചെയ്യും, ജെസ്സി ഞാൻ ബുക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് പോന്ന് പറയും. 12th വരെയും എൻ്റെ കുഞ്ഞുങ്ങൾ ഒരു ഫീസും കൊടുക്കാതെ പഠിപ്പിക്കുവാൻ ദൈവം ഇടയാക്കി. ആ പ്രിയ സഹോദരി ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം
അനേക സന്ദർഭങ്ങളിൽ അനേക സന്ദർഭം ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത രീതിയിൽ ഞങ്ങൾക്ക് വേണ്ടി അവൻ പ്രവർത്തിച്ചിട്ടുണ്ട്. എത്ര വർണ്ണിച്ചാലും മതി വരത്തില്ല. അതുപോലെ ആ പ്രിയ സഹോദരിൽ കൂടെ ദൈവം ഞങ്ങളെ ഈ ദേശത്ത് ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഇടയാക്കി. കുഞ്ഞുമൂത്ത മകൻ 12th കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, കാരണം എനിക്കില്ലാത്ത കഴിവ്, കർത്താവിന്റെ ദാസനില്ലാത്ത കഴിവ് കുഞ്ഞുങ്ങൾക്ക് ദൈവം കൊടുത്തു. നല്ല പെർസെൻറ്റേജോടുകൂടെ CBSE ബോർഡിൽ എക്സാം പാസ്സായി 12th കഴിഞ്ഞു. ഒരു ദിവസം വന്നിട്ട്, മമ്മി എനിക്ക് എഞ്ചിനീയറിംഗ് ചെയ്യണം. ഞാൻ എന്ത് മറുപടി പറയുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, മോനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല. നമ്മുടെ അവസ്ഥ ഇങ്ങനെയൊക്കെയാ. കാരണം കുഞ്ഞിനും അറിയാം, അവൻ വളരെ കഷ്ടതകൾ കണ്ട കുഞ്ഞാ മൂത്ത പൈതൽ. പലപ്പോഴും അവൻ വന്ന് ഞങ്ങളോട്, മമ്മി എനിക്ക് ഇന്നത് കഴിക്കണം. അന്നൊക്കെ ഞങ്ങൾ കണ്ണുനീരോടെ കുഞ്ഞിനോട് പറഞ്ഞിട്ട്, മോനെ ദൈവം നമുക്ക് വേണ്ടി തരും. ഒരു നല്ല ഡ്രസ്സോ ഒരു നല്ല ഫുഡോ ഒന്നും കൊടുക്കുവാൻ ഞങ്ങളുടെ മൂത്ത പൈതലിന്റെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അതേ അവസ്ഥയിൽ കൂടെയായിരുന്നു ഞങ്ങൾ കർത്താവിന്റെ വേല ചെയ്തത്. അവൻ ആഗ്രഹിച്ചത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ചെറുപ്പത്തിൽ അവനൊന്നും ലഭിച്ചിട്ടില്ല. ആ കഷ്ടതകളെല്ലാം പ്രിയ പൈതൽ കണ്ടു തന്നെയാ വളർന്നത്. അന്നേരം അത് ഞാൻ പറയുമ്പോഴും പറഞ്ഞു, ഒക്കെ മിസ്സാരമില്ല. പക്ഷെ അവന്റെ ആഗ്രഹമായിരുന്നു അവൻ എഞ്ചിനീയറിംഗ് ബിടെക് ചെയ്യണമെന്ന്. വളരെ ആഗ്രഹമായിരുന്നു. കർത്താവിന്റെ ദാസൻ പറഞ്ഞ്, നമുക്ക് നാട്ടിലുള്ള കുറച്ച് വസ്തുവിൽ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം വിറ്റ് നമുക്ക് അതിൽ കിട്ടുന്ന പൈസ കൊണ്ട് പ്രിയ പൈതലിനെ നമുക്ക് എങ്ങനെയും പഠിക്കും. പക്ഷെ അത് കുറച്ച് പൈസ എന്ത് ചെയ്യും? 4 വർഷം എഞ്ചിനീയറിംഗ് പഠിപ്പിക്കണമെങ്കിൽ കുഞ്ഞിന് 2-3 ലക്ഷത്തോളം രൂപ നമ്മൾ എവിടെ നിന്ന് ഒപ്പിക്കും? എന്ത് ചെയ്യും എന്നോർത്തതിന് സ്വന്തം സഹോദരങ്ങൾ ഭവനത്തിലുള്ളവർ തന്നെ ചോദിച്ചു, നീ എന്ത് കണ്ടിട്ടാ നിന്റെ മോനെ എഞ്ചിനീയറിങ്ങിന് വിട്ടതെന്ന്? ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നും കണ്ടിട്ടല്ല, പക്ഷെ എൻ്റെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ടാ എൻ്റെ പ്രിയ പൈതലിനെ ഞാൻ വിടുന്നതെന്ന്. ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഇവിടെ തന്നെ IPCയിലുള്ള ഒരു കർത്താവിന്റെ ദാസൻ ഫോൺ ചെയ്തു. പറഞ്ഞു, പാസ്റ്റർ മോൻ 12th കഴിഞ്ഞല്ലേ? ഞങ്ങൾ പറഞ്ഞു, ആന്ന്. ഞാൻ എൻ്റെ കയ്യിൽ ഒരു ദൈവദാസൻ കുറച്ച് പൈസ തന്നിട്ടുണ്ട്. മീൻസ് അവർ ഒരു വിശ്വാസി തന്നെ. കുറച്ച് പൈസ ഉണ്ട്, ഏതെങ്കിലും ഒരു കർത്താവിന്റെ ദാസന്റെ കുഞ്ഞിന് നല്ലതുപോലെ പഠിക്കുന്ന ഒരു കുഞ്ഞിനോ ഇത് കൊടുക്കണമെന്ന് പറഞ്ഞ്, പക്ഷെ പേര് പറയരുതെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചൊരു 10,000 രൂപ ആ കർത്താവിന്റെ ദാസൻ ഇവിടെ ദൈവദാസന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. ഞങ്ങൾ വിശ്വാസത്തോടെ കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുത്ത് ഓരോ സെമസ്റ്റർ കഴിയുന്തോറും എങ്ങനെയെന്നറിയത്തില്ല, 2 സെമസ്റ്റർ ഒരു വർഷത്തിൽ അത് കഴിയുന്നതിന് മുന്നമേ അവന്റെ ഫീസ് കൊടുക്കുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയാക്കി. 4 വർഷവും എങ്ങനെന്നും ആരിൽ നിന്നും ഒരു പൈസ പോലും വാങ്ങിക്കുവാനോ ആരുടെയും മുന്നിൽ കൈനീട്ടുവാനോ ദൈവം ഞങ്ങളെ അനുവദിച്ചില്ല. അതിന് മുന്നമേ ഞങ്ങളുടെ കരങ്ങളെ ദൈവം ബലപ്പെടുത്തി 4 വർഷവും പഠിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ മുഖത്ത് നോക്കി ചോദിച്ചവരുടെ എല്ലാവരുടെയും മുന്നിൽ ഞാൻ പറഞ്ഞു, കർത്താവ് ഞങ്ങളെ മാനിച്ചു. അവന്റെ കൂടെയുള്ള അനേക കുഞ്ഞുങ്ങൾ, അവന്റെ കോളേജിലെ പ്രിൻസിപ്പൽ തന്നെ അവന്റെ പഠിത്തം കഴിഞ്ഞിട്ട് ഒരു ദിവസം കോളേജിൽ വിളിച്ചിട്ട് അടുത്ത ബാച്ചിലുള്ള പിള്ളേരോട് പറഞ്ഞു, ഈ മോനെ കണ്ടു പഠിക്കണം, ഇവൻ കോളേജിൽ വന്നത് പഠിക്കാനാ, നിങ്ങളെ പോലെ അപ്പന്റെ പൈസ കളയുവാനല്ല വന്നത്, ഇവൻ വന്നത് പഠിക്കുവാൻ വേണ്ടിയാ. ഇവനെ ക്ലാസ്സിൽ നിർത്തി മറ്റുള്ളവർക്ക് ക്ലാസ് എടുപ്പിക്കുവാൻ ഇടയാക്കി. അവിടെ നിന്ന് അവൻ പഠിച്ച് അവന്റെ സർട്ടിഫിക്കറ്റ് കരങ്ങളിൽ വരുന്നതിന് മുന്നേ അവന് ദൈവം ഒരു നല്ല ഓഫറും കൊടുത്തു. ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ പ്രിയ പൈതൽ അനുഭവിച്ച കഷ്ടതകളും അനുഭവിച്ച ആ കടന്നുപോയ ആ പട്ടിണിയുടെ ദിനങ്ങളും അവൻ എപ്പോഴും പറയും. എപ്പോഴും അവൻ ഓർമ്മയുണ്ട്, മമ്മി നമ്മൾ എങ്ങനെയല്ലേ കഴിഞ്ഞത്, മമ്മി ഞാൻ പലതും ചോദിച്ചിട്ടില്ലേ, നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നല്ലോ എന്നെല്ലാം ഇപ്പോഴും പറയും. പക്ഷെ ചോദിച്ചതിലും നനച്ചതിലും യോഗ്യതകൾ ഒന്നും ജീവിതത്തിൽ ഇല്ലാതെ ഇരിക്കുമ്പോഴും ദൈവം അവനെ മാനിച്ചു, അവനെ അനുഗ്രഹിച്ചു. ദൈവകൃപയാൽ ഇന്ന് ഇൻഡോറിൽ ഏറ്റവും നല്ലൊരു ഓഫീസിൽ, ഒരു കമ്പനിയിൽ നല്ല പാക്കേജോടുകൂടെ ജോലി ചെയ്യുവാൻ ദൈവം അവനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ കൃപയാൽ പ്രതികൂലങ്ങളിൽ കൂടെയും കഷ്ടതകളിൽ കൂടെയും രോഗങ്ങളിൽ കൂടെയും നിന്ദകളിൽ കൂടെ ഏറ്റവും കൂടുതൽ ഹൃദയത്തിന് ഞങ്ങളെ സഹിപ്പാൻ കഴിയാതെ വന്നത് മാനുഷികമാകുന്ന നിന്ദകൾ.
ദൈവദാസന്മാരിൽ കൂടെയുള്ള നിന്ദകൾ, അനേക ഇടങ്ങളിൽ ഞങ്ങൾ പോകാതെ ഒഴിഞ്ഞു മാറിയ അനുഭവങ്ങൾ കാരണം കഷ്ടതകളും പ്രയാസങ്ങളും ഒന്നുമില്ലായ്മയൊക്കെ ജീവിതത്തിൽ പല പ്രാവശ്യം പല ഇടങ്ങളിലും ഞങ്ങൾ നിന്ന് അനുഭവിച്ച് മാറി നിൽക്കേണ്ടുന്ന അവസരങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ ഹല്ലേലൂയ, രാത്രികാലം പറയട്ടെ, കർത്താവ് വിശ്വസ്തന. അവൻ നമ്മളെ വിളിച്ചെങ്കിൽ, അവൻ നമ്മളെ അവന്റെ വേലയുടെ മുഖത്താക്കിയെങ്കിൽ യാതൊന്നിനും ബുദ്ധിമുട്ട് വരുത്താതെ വണ്ണം നമ്മളെ നടത്തുന്ന ദൈവമാ. ആമേൻ. ഇത്രത്തോളം ദൈവം ഞങ്ങളെ കൊണ്ടുവന്നു. പ്രത്യേകാൽ കഴിഞ്ഞ 2018 കർത്താവിന്റെ ദാസന് പെട്ടെന്ന് ഇരുന്ന ഒരു ദിവസം ഞാൻ ദൈവത്തിന്റെ കൃപയാൽ ഒരു കാര്യം എനിക്ക് പറയുവാനുള്ളത്, ഈ കഷ്ടതകളും ഈ പ്രയാസങ്ങളും കണ്ടുകൊണ്ട് ഒരു ദിവസം ഒരു ഞാൻ ഇങ്ങനെ ട്രെയിനിൽ നാട്ടിൽ നിന്ന് കടന്നു വരുമ്പോൾ ഒരു കർത്താവിന്റെ ദാസിയെ പരിചയപ്പെടുവാനിടയായി. എന്നോട് ചോദിച്ച, സിസ്റ്റർ എവിടെയാ? ഞാൻ പറഞ്ഞു, ഞാൻ ജബൽപൂരില. എത്ര വരെ പഠിച്ചു? ഞാൻ പറഞ്ഞു, ഇന്നത് വരെ പഠിച്ചിട്ടുണ്ട്. സ്കൂളിൽ ജോലി ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഭാഷ അറിയത്തില്ല, ഹിന്ദി പറയാനൊന്നും അറിയത്തില്ല, പിള്ളേരോടൊന്നും ഹിന്ദി സംസാരിക്കാനൊന്നും അറിയത്തില്ല. പക്ഷെ പറഞ്ഞു, നീ ഒന്ന് വന്ന് നോക്ക്, ഞങ്ങൾ നിന്നെ നല്ല ഇതാക്കി എടുത്തേക്കാം എന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ മാർച്ച് മുതൽ ഞാൻ സ്കൂളിൽ ജോയിൻ ചെയ്തു. ഭാഷയൊന്നും അറിയത്തില്ലായിരുന്നെങ്കിലും അവരെന്നെ ഓരോന്നായി പഠിപ്പിച്ചു. ആ ജോലി ദൈവകൃപയാൽ ഇന്നും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നും ഒരു സ്കൂളിൽ ദൈവത്തിന്റെ കൃപയാല് പറയുവാൻ ഉള്ളതെന്ന് പറഞ്ഞാൽ, ഞാനൊരു ചെറിയ ടീച്ചറായി ജോലി ചെയ്തു. ഇന്ന് ഒരു സ്കൂളിന്റെ മുഴുവൻ ഇൻചാർജ് ആയിരിക്കാൻ ദൈവം എന്നെ ഉപയോഗിച്ചു. യോഗ്യതകളൊന്നും പറയുവാനില്ല, പക്ഷേ ദൈവത്തിന്റെ കരുണ ഒന്ന് മാത്രമാ. അവരൊക്കെ മുഖാന്തരം ദൈവം ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്നു, ഇത്രത്തോളം ഇവിടെ നിർത്തി. പ്രത്യേകാൽ ഞാനിങ്ങനെ സ്കൂളിൽ ഒരു ദിവസം പോയിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഒരു ദിവസം കർത്താവിന്റെ ദാസൻ ഇങ്ങനെ കട്ടിലേൽ തന്നെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ഞാൻ എന്നും സ്കൂളിൽ നിന്ന് വരുമ്പോൾ ചോദിക്കും, ആരുടെയും ഫോൺ വന്നോ, എന്തെങ്കിലും പറ്റിയോ, എന്താ ഇങ്ങനെ ചോദിക്കും. അന്ന് ഞാൻ ചോദിച്ചു, എന്ത് പറ്റി അച്ഛനെ ഇങ്ങനെ ഇരിക്കുന്നേ, ഒന്നും പറയാതെ ഇരിക്കുന്നേ, ഒന്നും മിണ്ടാതിരിക്കുന്നേ? എന്നിട്ട് എന്നോട്, നമുക്ക് അവരുടെ വീട്ടിൽ പോകണ്ടേ? ഞാൻ പറഞ്ഞു, ആരുടെ വീട്ടിൽ? പേര് പറയുവാൻ പറ്റാത്ത ഒരവസ്ഥയിൽ. ഞാൻ ചോദിച്ചു, ആരുടെ വീട്ടിൽ പോകണം? സൺഡേയിൽ അവർ പറഞ്ഞില്ലേ നമ്മൾ വീട്ടിൽ ചെല്ലണോ? ഞാൻ പറഞ്ഞു, ആരുടെ വീട്ടിൽ? എന്നോട് ആരും പറഞ്ഞില്ലല്ലോ. ഞാൻ ഓരോ വിശ്വാസികളുടെയും പേര് പറയാൻ തുടങ്ങി. ഇന്നാളിന്റെ വീട്ടിലാണോ, ഇന്നാളിന്റെ വീട്ടിലാണോ, ഇന്നാളിന്റെ ലാസ്റ്റിൽ പേര് ഇന്ന ആളിന്റെ വീട്ടിൽ നമുക്ക് പോകണം. ഒരു വിധത്തിൽ വണ്ടി ഓടിച്ച് ഞങ്ങൾ അവരുടെ വീട്ടിലെത്തി. പക്ഷെ പ്രാർത്ഥിപ്പാൻ ഇരുന്നപ്പോൾ വാക്കുകളില്ലാത്ത അവസ്ഥയിൽ. അതിന് മുന്നേ ഒരു പ്രാവശ്യം സ്ട്രോക്ക് വന്നതാ, അത് അത്ര സീരിയസ് അല്ലായിരുന്നു. പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ പ്രാർത്ഥിപ്പാൻ വാക്കുകളൊന്നും ഇല്ലാതെ വളരെയധികം വിൽക്കുന്ന അനുഭവം ഉള്ളിൽ വരുന്നുണ്ട്, പക്ഷെ പറയുവാൻ പറ്റുന്നില്ല. പെട്ടെന്ന് അവര് തന്നെ പറഞ്ഞു, വിശ്വാസികൾ തന്നെ പറഞ്ഞു, സിസ്റ്റർ ഒരു കാര്യം ചെയ്യും, പാസ്റ്റർ സിസ്റ്ററോട് വീട്ടിൽ പോക്കോ, പാസ്റ്റർക്ക് ശരീരത്തിന് സുഖമില്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ. എന്നിട്ടും അവർ പറഞ്ഞു, ഞങ്ങൾ കൊണ്ട് വിട്ടേക്കാം പാസ്റ്ററിന്. വേണ്ട, ഞാൻ വണ്ടി ഓടിച്ചോളാം. വണ്ടി ഓടിച്ച് വീട്ടിൽ വന്നു. പെട്ടെന്ന് ഞാനിവിടെ ഒരു സിസ്റ്ററെ വിളിച്ചു. സിസ്റ്റർ വന്ന് നോക്കിയിട്ട് BP നോക്കിയപ്പോൾ ഒത്തിരി ഹൈ BP ആയി. അടുത്തൊരു ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ പറഞ്ഞു, ഞാൻ നോക്കിയാൽ ശരിയാകത്തില്ല, നിങ്ങൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോക്കോ. ഞാൻ രാത്രി തന്നെ, അവിടെയും ആരുമില്ല, ഞാനും എൻ്റെ കുഞ്ഞും മാത്രം. ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ സിസ്റ്റർ കൂട്ടത്തില് ഹോസ്പിറ്റലിൽ ചെന്നു. പെട്ടെന്ന് അവര് ചെക്കപ്പ് എല്ലാം ചെയ്തിട്ട് പറഞ്ഞു, അഡ്മിറ്റ് ചെയ്തേ പറ്റൂ. പെട്ടെന്ന് ICUവിലേക്ക് മാറ്റി. പിറ്റേന്ന് രാവിലെ, അന്ന് രാത്രികാലം ഞാനും പ്രിയ പൈതലും എന്ത് ചെയ്യുമെന്നറിയാതെ, മൂത്ത പൈതലിൻ്റെ ഓർല ആരോടും ഞങ്ങൾ അറിയിച്ചില്ല. അവിടെ നിന്നുകൊണ്ട് ICUവിന്റെ മുന്നിൽ നിന്ന് ഞാൻ കരയുക. കുഞ്ഞു പറയുക, മമ്മ കരയല്ലേ, മമ്മി കരയണ്ട, ഡാഡിക്കൊന്നും വരത്തില്ല എന്ന് പറഞ്ഞ് അവൻ എന്നെ ആശ്വസിപ്പിക്കുന്നു. ഒന്നും മനസ്സിലാകാത്തൊരു സന്ദർഭം. എന്ത് ചെയ്യും കർത്താവേ എന്ന് രാത്രി 12 മണിക്ക് ഞാൻ ആരെ വിളിക്കും, ആരോട് പറയും? ആ സിസ്റ്റർ അവിടെ ജോലി ചെയ്യുന്നതായതുകൊണ്ട് അവര് ഞങ്ങളെ സഹായിച്ചു. വേറൊരു പ്രിയ സഹോദരൻ ഓടി വരുവാനിടയായി. അവിടെ നിന്ന് പിറ്റേന്ന് രാവിലെ തന്നെ പ്രിയ പൈതലും കടന്നു വന്നു. ഡോക്ടറെ കാണുവാൻ ഞാനും പ്രിയ പൈതലും കൂടെ കടന്നു ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, എത്ര ഭാഗ്യമുള്ള മനുഷ്യനാ, ഒന്നുകിൽ കോമ സ്റ്റേജിൽ പോയേനെ, അല്ലാന്നുണ്ടെങ്കിൽ എന്നേക്കുമായി പാരലൈസ് ആയി പോയേനെ. ഒരു ലെഫ്റ്റ് സൈഡ് മുഴുവൻ ബലം ക്ഷയിച്ചു. ചെറുതായിട്ട്, മുഖം ചെറുതായിട്ട് കോടുന്ന അവസ്ഥയിലേക്ക് വന്നു. ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ടു. സംസാരിക്കുന്നത് മനസ്സിലാകാത്ത വിധത്തിലായി. മുഖത്ത് നോക്കിയാൽ കണ്ണുനീര് മാത്രമേ ഉള്ളായിരുന്നു. എന്നാലും ഞാൻ ചിരിച്ചുകൊണ്ട് ഒന്ന് പറയും, കുഴപ്പമില്ല ഡാഡി, എല്ലാം മാറിക്കോളും, അതിപ്പോ കുറച്ച് നാളത്തേതേ ഉള്ളൂ, മാറിക്കോളും. പക്ഷേ ഇന്നലെ വരെ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി
ഇന്നലെ വരെ ദൈവവചനം ഘോഷിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്നെല്ലാം നിലച്ചു പോയപ്പോൾ മാനസികമായി വളരെയധികം തകർന്നു പോയി. മുന്നിൽ നിന്ന് ഞാൻ നിലവിളിച്ചില്ലെങ്കിൽ ഞാൻ വെളിയിൽ വന്നത് പൊട്ടിക്കരയുമായിരുന്നു. കർത്താവേ, ഇത്രത്തോളം നിൽക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നു, ഇനി ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എങ്ങനെ സഭ കൊണ്ടുപോകും? ആര് നടത്തും? എന്നൊക്കെ ദൈവത്തോട് ചോദിക്കുവാനിടയായി. എങ്ങനെ ഈ സഭയെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും? എനിക്ക് അതിനുള്ള കഴിവില്ലല്ലോ. ഞാൻ വചനം അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ ദൈവസന്നിധി തന്നെ ചോദിക്കുവാനെ. പക്ഷേ ഈ രാത്രികാലം ഞാൻ പറയട്ടെ, ഒരു മോശയ്ക്ക് വേണ്ടി ഒരു അഹരോനെ ഉയർത്തിയതുപോലെ കർത്താവിന്റെ ദാസൻ സംസാരത്തിന് പ്രോബ്ലം വന്നപ്പോൾ ദൈവം എന്നെ അവിടെ ഉയർത്തുവാൻ തുടങ്ങി. കർത്താവിന്റെ ദാസന്റെ ശരീരത്തിന്റെ ബലഹീനത ദൈവം കണ്ട് അവൻ എന്നെ ദൈവവചന ഘോഷണത്തിനായി ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചു. ഇന്നും സഭയിൽ മുഴുവനും ആരാധന നടത്തുവാനും ദൈവവചനം ഘോഷിപ്പാനും അനേക മീറ്റിങ്ങുകൾ, ഗൂഗിൾ മീറ്റിങ്ങിലും യൂട്യൂബിലും അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് പേജിലും സൂം മീറ്റിങ്ങിലും ദൈവവചനം ഘോഷിപ്പാൻ ദൈവം എന്നെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. കഴിവുകളൊന്നുമില്ല, ഞാൻ ഒരു ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ പ്രസംഗിച്ച് എനിക്കൊരു ശീലമില്ല. പക്ഷേ ദൈവം എന്നെ ഉപയോഗിക്കുവാൻ തുടങ്ങി. ദൈവത്തിന്റെ എല്ലാ കരുണകളെയും ഓർത്താൽ, ദൈവം കൊണ്ടുവന്ന വഴികളെ ഓർത്താൽ, അവന്റെ വിശ്വസ്തതയെ ഓർത്താൽ ഈ രാത്രികാലം എത്ര സ്തുതിച്ചാലും മതിവരത്തില്ല. ദൈവജനങ്ങളുടെ ശക്തമേറിയ പ്രാർത്ഥനയുടെ ഫലമായി ഏകദേശം 2 വർഷത്തോളമായി, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ചെറിയ ചെറിയ രീതിയിൽ കർത്താവിന്റെ ദാസൻ ശുശ്രൂഷിപ്പാൻ തുടങ്ങി. ആര് ഹിന്ദിക്കാർ വന്നാലും മലയാളമായിരുന്നു സംസാരിച്ചു. ഹിന്ദി ടോട്ടലി മറന്നുപോയ ഒരവസ്ഥ. എല്ലാം ഹോസ്പിറ്റലിലാണെങ്കിലും എല്ലാവരോടും മലയാളം മാത്രമേ പറയത്തുള്ളൂ. പക്ഷേ പ്രാർത്ഥനയുടെ ഫലമായി, കണ്ണുനീരിന്റെ ഫലമായി കുറച്ച് നാളുകളായി കർത്താവിന്റെ സന്നിധിയിൽ ഹിന്ദിയിൽ പ്രസംഗിപ്പാൻ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഈ രാത്രികാലം ഒരു പ്രാവശ്യം കൂടെ എനിക്ക് പറയുവാനുള്ളത്, ദൈവം നമ്മളെ വിളിച്ചു, വേർതിരിച്ചു, അവന്റെ വേലയുടെ മുഖത്താക്കിയിരിക്കുന്നുവെങ്കിൽ എത്ര പ്രതികൂലം വന്നാലും, എത്ര വലിയ രോഗം വന്നാലും, ആരെല്ലാം നമ്മളെ തകർക്കുവാൻ നോക്കിയാലും, ആരെല്ലാം നമുക്കെതിരെ വിധി എഴുതിയാലും, എവിടെയെല്ലാം നാം തകർന്നു പോകുമെന്ന് ശത്രു നമുക്കെതിരെ വെല്ലുവിളി ഉയർത്തിയാലും, എനിക്ക് പറയുവാൻ ഒന്നേ ഉള്ളൂ, വിളിച്ച ദൈവം അവൻ വിശ്വസ്തന. അവൻ നമ്മളെ അവന്റെ വേലയുടെ മുഖത്താക്കിയിരിക്കുന്നുവെങ്കിൽ അവൻ അന്ത്യം വരെയും കാക്കുവാനും സർവശക്തനാകുന്ന ദൈവം എന്നെ ആക്കിയിരിക്കുന്ന എല്ലാ മേഖലയിലും, അത് ഏത് വിധത്തിലായാലും ദൈവമക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുകയാ. കാരണം ദൈവത്തിന്റെ കൃപ ഇല്ലെങ്കിൽ, അവന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ, അവന്റെ ദൈവത്തിന്റെ കരുണ ഇല്ലെങ്കിൽ ഒന്നും ചെയ്യുവാൻ എനിക്ക് കഴിയത്തില്ല. കാരണം ഇത്രത്തോളം വലിയ ഒരു സ്ഥാനത്തിരിക്കുവാൻ എനിക്ക് യോഗ്യതയില്ല. ദൈവവചനവുമായി നിൽക്കുവാൻ എനിക്കതിനുള്ള കഴിവില്ല. മറ്റു യാതൊരു വിധത്തിലും ഞാൻ എൻ്റെ ജീവിതത്തിന്റെ അവസ്ഥയിലേക്ക് നോക്കിയാൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള യോഗ്യത ഒന്നുമില്ലാത്തവളാണ് ഞാൻ. പക്ഷേ എൻ്റെ ദൈവം അതിനെ യോഗ്യത ഉള്ളവളാക്കി കണ്ടു. യോഗ്യത ഉള്ളവളായി ഒരു ദിവസം ഒരു കർത്താവിന്റെ ദാസന, ഞാൻ ഇവിടുത്തെ കർത്താവിന്റെ ദാസനോടൊപ്പം ഞാൻ ഫേസ്ബുക്കിൽ ഒരു പേജില് ഒരു പാട്ട് പാടി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അന്ന് രാത്രിയിൽ ആ കർത്താവിന്റെ ദാസൻ വിളിച്ച, സിസ്റ്റർ ദൈവവചനം പ്രസംഗിക്കും. ഞാൻ പറഞ്ഞു, ഇല്ല പാസ്റ്റർ, എനിക്കറിയത്തില്ല, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. കുഞ്ഞിലെയൊക്കെ ബൈബിൾ ക്യൂസ് അങ്ങനെയൊക്കെ ഉള്ളത്, പക്ഷെ ഞാൻ പ്രസംഗിച്ച് എനിക്കൊരു ശീലമില്ല. പക്ഷെ ആ ദൈവദാസൻ പറഞ്ഞു, സിസ്റ്റർ പ്രസംഗിക്കും. ആ ദൈവദാസനാണ് എനിക്കൊരു ആരംഭം വിട്ടത്. സിസ്റ്റർ പ്രസംഗിക്കും, സിസ്റ്റർക്ക് ദൈവം അതിനൊരു കഴിവ് തന്നിട്ടുണ്ട്. പക്ഷെ സിസ്റ്റർ പലപ്പോഴും ആ കഴിവിനെ ഒതുക്കി വെക്കുന്ന അനുഭവമാണ്. അതെന്റെ ജീവിതത്തിൽ പല പ്രാവശ്യം ഞാൻ ദർശനം കണ്ടാലും, ഞാൻ ദൈവവചനത്തിന്റെ ആ കൃപയുണ്ടെങ്കിലും പലപ്പോഴും ഞാൻ എന്നെ തന്നെ ഒതുക്കുന്ന അനുഭവം അത് കുഞ്ഞിലെ തൊട്ടേ എൻ്റെ ജീവിതത്തിലുള്ളതാണ്. ദൈവം എന്ത് കഴിവ് തന്നാലും ഞാൻ അത് ഉള്ളിൽ ഒതുക്കുന്ന ഒരു അനുഭവം. പക്ഷെ ആ ദേവദാസൻ പറഞ്ഞു, സിസ്റ്റർ അടുത്ത ആഴ്ച ഒരു കാര്യം ചെയ്യും, ഇന്ന ദിവസം ഫേസ്ബുക്കിലൂടെ സിസ്റ്റർ പ്രസംഗിക്കണം. ഞാൻ വളരെ പേടിക്കാൻ തുടങ്ങിയേക്കും. ഞാൻ ആവെന്ന് പറഞ്ഞു, പാസ്റ്ററെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇല്ല, പറ്റും, സിസ്റ്റർക്ക് അത് പറ്റും, സിസ്റ്റർക്ക് അത് ചെയ്തേ പറ്റൂ. ആ ദേവദാസനെ ഓർത്തും ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തോത്രം ചെയ്യും. ആ ദേവദാസന്റെ ആ വാക്കുകൾ എന്നെ ഇത്രത്തോളം ഇവിടം വരെ കൊണ്ടുവരുവാൻ അനേക പേജുകളിൽ കൂടെ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിപ്പാൻ ഇന്നും ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. എന്നെ ആക്കിയിരിക്കുന്ന എല്ലാ മേഖലയിലും
ഞാൻ അധികമായി വർദ്ധിച്ചു വരേണ്ടതിന് നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ രാത്രികാലം എന്നെ ഇതിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസൻ, അതിനേക്കാൾ ഉപരിയായി ദൈവമക്കളുടെ എല്ലാവരുടെയും ഞാൻ ശ്രദ്ധയേറിയ പ്രാർത്ഥന ചോദിക്കുക. ഈ ദേശത്തെ വേല വളരെയധികം കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയാൽ സായി മന്ദിർ, റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ ഗുരുദ്വാര. പ്രതികൂലങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഞങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്നുണ്ട്. അന്യാരാധനയുടെ, അതോടൊപ്പം തന്നെ ക്രിസ്തീയ വിരോധികളുടെ, ഞങ്ങൾക്ക് മറ്റുള്ള ഭവനങ്ങളിൽ പോകുവാനോ വിശ്വാസികളുടെ ഭവനങ്ങളിൽ പോയി ആരാധിപ്പാനോ ഒന്നിനും ഒരു സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിൽ കൂടെയാണ് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാ, മധ്യപ്രദേശിൽ വളരെയധികം പ്രതികൂലങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളാ. അതിന്റെ നടുവിലും ദൈവം ഞങ്ങളെ ഇത്രത്തോളം നിർത്തിയിരിക്കുന്നു. അനേക പറയുവാനാണെങ്കിൽ ഇനിയും അനേക സാക്ഷ്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ദൈവം കൊണ്ടുവന്ന വഴികളെ പലതും അവൻ പറയുവാൻ കഴിയാത്ത അവസ്ഥയിലുണ്ട്. എങ്കിലും അവൻ ഈ രാത്രികാലം പറയട്ടെ, ദൈവം കൊണ്ടുവന്ന വഴികളെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുക. എല്ലാവരുടെയും പ്രാർത്ഥന ഈ രാത്രികാലം ഞാൻ വീണ്ടും ചോദിക്കുന്നു. കർത്താവിന്റെ ദാസന് വേണ്ടി എല്ലാവരും പ്രത്യേകമായി പ്രാർത്ഥിക്കണം. കാരണം അന്ത്യകാലത്ത് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്, കർത്താവെ, നിന്റെ വേലയിൽ ഒരു പുതിയ അഭിഷേകം, പുതിയൊരു നിറവ് ഈ ദിവസങ്ങളിൽ നൽകിക്കൊടുത്ത് ദൈവം ഉപയോഗിക്കേണ്ടതിന്, ഞങ്ങളെ കുടുംബമായി ഈ ദേശത്ത് ദൈവം പിന്നെയും മാനിക്കേണ്ടതിന്, കുഞ്ഞുങ്ങളുടെ ഭാവി, കർത്താവിന്റെ വേല, പ്രതികൂലങ്ങളുടെ നടുവിലും പിടിച്ചു നിൽപ്പാൻ ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകേണ്ടതിന് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയേറിയ പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ ഈ രാത്രികാലം എന്നെ ഇതിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസനെയും ഒരു പ്രാവശ്യം കൂടെയുള്ള നന്ദിയെയും സ്നേഹത്തെയും അറിയിക്കുന്നു. നമുക്ക് ഒരു നിമിഷം ചെറിയ വാക്കുകളിൽ നമുക്ക് ഈ രാത്രികാലം പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, നൽകി തന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുക. പ്രത്യേകാല അടിയനെ ഈ പേജിലേക്ക് ക്ഷണിച്ച, അരോമ ടിവിയിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ചാനലിനായി പ്രാർത്ഥിക്കുന്നു. ഇതിൽ കൂടെ അനേകർക്ക് ആശ്വാസം പകരുന്ന നല്ല സാക്ഷ്യങ്ങളെ സ്വർഗത്തിലെ ദൈവമേ നീ അവിടുന്ന് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൊണ്ട് നീ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. സലമേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവം കേൾക്കണമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ദൈവം നമ്മളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. അടിയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസി സിസ്റ്റർ ജസീസാം. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന്റെ മഹത്വം കരയേറ്റുന്നു. ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നിട്ടതായ കല്ലും മുള്ളും നിറഞ്ഞതായ ആ പാതകൾ, നമ്മുടെ കർത്താവ് നടന്നു പോയതായ ആ പാതകളിലൂടെ നാം നടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ചെറിയ മുറിവുകളും വേദനകളും, അത് നമുക്ക് മുന്നേ കടന്നുപോയ നമ്മുടെ അരുമനാഥന്റെ ആ കാൽച്ചുവടുകളിൽ നാം നടക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ നമുക്കും ഉണ്ടായെന്ന് വരാം. യേശു കർത്താവ് നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ടതായ ആ യേശുവിന്റെ രക്തം നമ്മുടെ മേൽ തളിക്കപ്പെടുന്നത് ഇതുപോലെയുള്ള ചില അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് അത് ഒന്നുകൂടി അനുഭവിച്ചറിയുവാൻ കഴിയുന്ന ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം ഒരു പക്ഷെങ്കിൽ നാം കടന്നു പോകുന്നത്. കർത്താവിന്റെ വചനം 23-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. അപ്പോൾ കൂരിരുളിന്റെ അനുഭവം, താഴ്വരയുടെ അനുഭവം, കല്ലും മുള്ളും നിറഞ്ഞ വേദനാജനകമായ ഇടുക്കമുള്ള ചില അനുഭവങ്ങൾ, ചില പാതകൾ നാം തരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. വളർന്നു വന്ന പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ ഓർപ്പിക്കുകയുണ്ടായി. വളരെയേറെ ദാരിദ്ര്യവും പട്ടിണിയും കഷ്ടതകളും നിറഞ്ഞതായ ആ ഒരു ബാല്യവും യൗവനവും ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു കാര്യമായിരുന്നു സുവിശേഷ വേല. എന്നാൽ തക്ക സമയമായപ്പോൾ അതിന് വിപരീതമായി കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്കായിട്ടുള്ള ഒരു
തയ്യാറെടുപ്പ് എന്ന നിലയിൽ ആ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനിടയായി തീർന്നു. കാശ്മീരിൽ, ജമ്മു കാശ്മീരിൽ കടന്നു വന്ന് അവിടെ ഉണ്ടായ ഒരുപാട് തിക്ത അനുഭവങ്ങളെ കുറിച്ച് പ്രാരംഭത്തിൽ ഓർപ്പിച്ചു. അവിടെ നിന്ന് രാജസ്ഥാനിൽ പോയി, അവിടെയും ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നുപോയി. പിന്നത്തേതില് മധ്യപ്രദേശിൽ ജബൽപൂരിൽ വന്നു. അവിടെ വന്ന നാളുകൾ മുതൽ ഇന്ന് വരെയുള്ളതായ ഒരുപാട് അനുഭവങ്ങൾ പറയുകയുണ്ടായി. നമ്മൾ ആഗ്രഹിക്കാത്ത എത്രയോ അനുഭവങ്ങളിൽ കർത്താവ് നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ആ നല്ല ഓർമ്മകൾ പ്രിയ കർത്താവിന്റെ ദാസി പറയുകയുണ്ടായി. നമ്മൾ തിരുവെഴുത്തുകളെ പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂടെ ഉണ്ടായിരുന്ന 12 ശിഷ്യന്മാരിൽ ഒരുവനാണ് യൂദ. ആ യൂദ കർത്താവിനെ ഒറ്റിക്കൊടുത്തു. പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞു. ഈ സന്ദർഭങ്ങളൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ സ്നാനപ്പെടുത്തിയ സഹോദരന്മാരിൽ ഒരാൾ നമുക്കെതിരായിട്ട് സാക്ഷ്യം പറഞ്ഞ് അവര് നമ്മളെ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന അനുഭവം, അവർ മുഖാന്തരം നമുക്ക് അവിടെ ഉണ്ടാകുന്ന പീഡനങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ എല്ലാം സ്വർഗത്തിലെ ദൈവം കാണുന്നു. പിന്നത്തേതിൽ സംഭവിച്ച സംഭവവികാസങ്ങളെ കുറിച്ചൊക്കെ കർത്താവിന്റെ ദാസി പറയുകയുണ്ടായി. തീർച്ചയായിട്ടും ഇന്നിപ്പോൾ അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങളും അത് മാറും സിസ്റ്ററെ. ധൈര്യമായിരിക്കുക. കർത്താവ് നിങ്ങളെ ആ ദേശത്ത് ആദരിക്കും. ആ ദേശത്ത് കർത്താവ് നിങ്ങളെ മാനിക്കും. ഒരു ഹാമാൻ മൊർദെഖായിക്ക് വേണ്ടി ഒരു കഴുകുമരം ഉണ്ടാക്കിയെങ്കിൽ അത് തിരിച്ച് സംഭവിച്ചതുപോലെ ആ ദേശത്ത് ചില പ്രവർത്തികളെ ദൈവം ചെയ്യുവാൻ ഇടയായിത്തീരും. നമ്മൾ വിശ്വസ്തയോടുകൂടി കർത്താവിൻ്റെ വയലിൽ നാം നിൽക്കുവാൻ തയ്യാറായാൽ അവൻ നമ്മുടെ അതിരുകളെ വിശാലമാക്കും. അവൻ നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുത്തും. ദൈവം നിങ്ങളെ ആദരിക്കും. ശക്തമായി കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ കുടുംബമായി കർത്താവിന് വേണ്ടി ഇനിയും നിലകൊള്ളുവാൻ, പ്രയോജനപ്പെടുവാൻ, അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ, തീച്ചുളയിൽ നിന്ന് ജീവന്റെ അനുഭവത്തിലേക്ക് വഴി നടത്തുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിന് രണ്ട് പക്ഷമില്ല. കർത്താവ് അതിനായി പിന്നെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിപൂർണ സൗഖ്യത്തോടെ കർത്തൃ ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുവാൻ ദൈവഭൃത്തിനെ ദൈവം എത്രയും പെട്ടെന്ന് ബലപ്പെടുത്തട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സമയം വേർതിരിച്ച അരോമ TV പ്രേക്ഷകരോടൊപ്പം കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച് പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തതുപോലെ പ്രിയ കർത്താവിൻ്റെ ദാസിയുള്ളതായ നന്ദി, സ്നേഹം, കടപ്പാട് അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകരെ, ഈ സാക്ഷ്യം നിങ്ങൾ കേട്ടല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. ഈ കുടുംബത്തെ ഓർത്തും നിങ്ങൾ പ്രാർത്ഥിക്കുക. മധ്യപ്രദേശിലെ പ്രവർത്തനങ്ങളെ ഓർത്ത് നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ദൈവം ആ ദേശത്തിന്റെ മേല് വലിയൊരു പ്രവൃത്തി അയക്കട്ടെ. നമുക്ക് അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടിക്കാണും വരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ, ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.